1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800 ആദ്യത്തെ സ്കിറ്റ് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തരട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ടീം മാസ് റെഡിയാണ്. മനോജ് വലഞ്ചുഴി, അജയ് ചേട്ടൻ, കൂടെ സുമി, അടിക്കൈ. ഒരു മഴയാന്നോ, ഇതൊന്നും ഉണങ്ങിയിട്ടില്ല. അളിഞ്ഞ മഴ എത്ര ദിവസം കൊണ്ട് തുടങ്ങിയതാ. ഒരു ദിവസം വെയിൽ ഉറച്ചായിരുന്നെങ്കിൽ ആ വെയിലിന്റെ കാര്യം പറയാതിരിക്കാൻ ഭേദ. വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ മുടിഞ്ഞ ചൂടുക. എൻ്റെ ദൈവമേ, എൻ്റെ കെട്ടിയവനുണ്ട് ഇവിടെ. 190 വയസ്സായി അയാൾക്കല്ലേ എന്നെ കാട്ടി പ്രായത്തിൽ മൂത്തത്. അപ്പൊ അയാൾക്കല്ലേ ആരോഗ്യമുള്ളത്. എന്നെ ഒരു കാര്യത്തിന് സഹായിക്കത്തില്ല. എന്നും പാവയ്ക്ക കൊണ്ടാട്ടം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ കിടന്ന് ആടും. പക്ഷേ ഉച്ചയോണും കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുക. ഉണരും. നമ്മുടെ വീട് ചെറുതായി. എന്റെ ദൈവമേ, കട്ടിലിന്റെ അടിയിൽ കിടന്നുറങ്ങിയിട്ട് ബോധമില്ലാതെ പറയുന്നത് കേട്ടോ വീട് ചെറുതായെന്ന്. എന്നും ഉച്ചക്കുള്ള സ്വഭാവം മനുഷ്യ കട്ടിലിന്റെ അടിയിൽ ഇങ്ങോട്ട് ഇറങ്ങാന്. എന്തോ ഒരു കഷ്ടമാന്ന് പറയണേ. ആ വരുന്നുണ്ട്. മിസ് കേരള വരുന്നുണ്ട്. മിസ് കേരള ഓൺ ദി ഫ്ലോർ. എന്തോ ഇത് പറയുന്നതാ? നിങ്ങൾ ഊട്ടി കോട്ടസ്റ്റിന് പങ്കെടുക്കാൻ പോവാന്നോ മനുഷ്യ? ഇതെന്തോ ഈ കാണുന്നത്? എന്തോ ഒരു കഷ്ടമാന്ന് പറയുന്നത്. അനങ്ങാതെ നിക്കാൻ. എന്തോ ഇതെന്തോ കിടന്ന് കറങ്ങുന്ന ടിബറ്റിന്റെ തൂണാന്നോ മനുഷ്യ? അനങ്ങാതെ നിക്കാൻ മുട്ടിന്റെ ആട്ടം കൂടുതലാന്നല്ലേ. കുഴപ്പെടുത്തിടും നിങ്ങൾ. ആ ഒത്ത് എന്നെ കൊണ്ട് വയ്യ. ഏട്ടാ, ഉടുപ്പും തുണി ഇടാൻ കൂട്ടത്തിൽ ഒരാളെ വെച്ചോണം കേട്ടോ. ഉടുപ്പും തുണി ഇടാൻ കൂട്ടത്തിൽ ആളെ വെക്കാൻ ഞാൻ ജീവയല്ല, ജീവൻ തീരാറായ ഒരു മനുഷ്യനെ. നാട്ടിലുള്ള പയ്യന്മാരെ മൊത്തം വെറുപ്പിച്ചിട്ടേക്ക് പോയിങ്ങേര്. ഇനി ആ ചെറുക്കന്റെ തോളിലോട്ട് കയറാൻ പോകാതേട്ടാ. ആ കൊച്ചൻ അറിഞ്ഞോണ്ടല്ലോ നിങ്ങളെ പഞ്ഞിക്കിടും. ഞാൻ പഞ്ഞിക്കിടും. പടവെട്ടി ജയിച്ചു വന്ന ആളാണ് ഞാൻ. ആന്ന് പടവെട്ടി ആള്. ഇന്നലെ ഒരു പാക്ക് വെട്ടിയിട്ട് നടുവെട്ടി പെരക്കകത്ത് കയറി ചുരുണ്ട മനുഷ്യനാ. പടവെട്ടിയുടെ കാര്യമൊന്നും പറയാതിരിക്കും. അയ്യോ, ഈ വന്ന കാലത്ത് ഒരു സാധനം വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. എന്തുവാ? പൊയിലക്കകത്ത് വരാൻ മായമ എത്ര നേരം കിട്ടുന്നു മുറിക്കാൻ നോക്കുവാന്നറിയാവോ? പൊയിലയോ? എന്റെ ദൈവമേ, ഇത് പൊയിലയല്ലെന്ന്. ഇതെന്റെ തിരുപ്പന. നിങ്ങൾ എടുത്തത്? അപ്പൊ ഞാൻ അരിഞ്ഞു കൂട്ടി പെരക്കകത്ത് വെച്ചില്ല. പൊയില എന്തിയെ? അത് ഞാൻ എടുത്ത് വടക്കോട്ട് എറിഞ്ഞ്. അതെന്താ നീ വടക്കോട്ട് എറിഞ്ഞത്? എന്റെ മനുഷ്യ എപ്പോ കണ്ട നേരം പൊയില നിങ്ങൾ വായിലിട്ട് ചവച്ചോണ്ടിരുന്നാലേ നിങ്ങളെ തെക്കോട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വടക്കോട്ട് കളഞ്ഞത്. തരുന്നില്ല. ഇല്ല. ഇന്നലെ രാത്രി ഈ മനുഷ്യൻ ഒരു കുന്നു പൊയിലെ ആ വായിലിട്ട് മലന്ന് ഉറങ്ങിയത്. പാതിരാത്രി ആയപ്പോ ഒരൊറ്റ ചുമ. താലികെട്ട് സമയത്ത് പൂ വാരി എറിയുന്നത് പോലെ എന്റെ ദേഹത്തും പെരക്കകത്തും മൊത്തം പോയി. അതുകൊണ്ട് നിങ്ങൾ പൊയില തിന്നണ്ട. അപ്പൊ എനിക്ക് പൊയില എന്റെ പൊയില എടുത്ത് വായി വെച്ചില്ലെങ്കിൽ എന്റെ പല്ല് എന്നോട് പിണങ്ങും. കരികരി കേട്ടാ. പൊയില തരുന്നില്ല. എന്താ ചെയ്യുന്നത്? അവരൊക്കെ തലേ വെച്ചോളെ. എന്റെ പൊയില എടുത്ത് അടി. അവരൊക്കെ ചെല്ലുന്ന ഒന്നാം തരം തലമുടി ഞാൻ എണ്ണ കാച്ചി തേച്ച് വെച്ചേക്കോ കേട്ടോ. അടിക്കട്ടോ. ഇല്ല ഇങ്ങോട്ട് പാടി. ഇല്ല, നിങ്ങൾ എന്നെ അടിക്കാനൊക്കെ ഉണ്ടോ? ഞാൻ വരുത്തി. അല്ല, അതിലൊക്കെ ഞാൻ ഈ തിരുപ്പം വെച്ച് തരാം. ഇങ്ങോട്ട് വാ. ആ തിരുപ്പൻ ഇച്ചിരി കൂടെ നരയ്ക്കാനുണ്ട്. എന്നാലും ശരിക്കും വെക്കണേ. എന്റെ നാട്ടുകാരെ, ഇങ്ങേരുടെ മുടി ഉഴപ്പുന്നേ നാട്ടുകാരെ. നമുക്ക് പേടി. ഇവിടെ മുടി ഉഴപ്പുന്നാ പേടി. അറിയാതെ പോയില എടുത്ത് കാണിയിട്ട് തരുന്നില്ല. നിങ്ങൾ എന്തോ ചെയ്യുമെന്നാ പറഞ്ഞത്? നിങ്ങൾ പോയില തീറ്റി ഞാൻ നിർത്തി. അങ്ങ് പോയില തീറ്റി നീ തരത്തില്ലല്ലോ. ഇല്ല. എന്റെ ഈ മുട്ടും വയ്യ, കാലും അനക്കാൻ വയ്യ പിള്ളേരെ. ഇങ്ങനെ പോയിലേക്ക് തിന്നു ഞാൻ എത്ര നാളം ജില്ലയാ ജീവിക്കുന്നത്. ഈ കാലം ഒരു ശകലം അനക്കാൻ പറ്റത്തില്ല. നീ ഇന്ന് ചവിട്ട് പോലെ. വീണായിരുന്നു ഞാൻ. അടിപൊളി പായപ്പിക്കാൻ മുടി. എന്റെ മനുഷ്യ വല്ല കാര്യമുണ്ടോ? മഴ പെയ്യുവാന്ന് പെരക്കകത്ത് കയറി പോയി ചുരുളാനെ കൊണ്ട് മഴ തന്നെ ഞാൻ പഞ്ഞി പിടിക്കുമെന്ന്. ഇവിടെ വലിയ തല മഴ നനയത്തില്ല. മഴ വരെ ഡിപ്രഷൻ ബാധിച്ച് കിടക്കും. അത്രയ്ക്കുള്ള തല എവിടെ? പോളിസ്റ്റർ തല. പാവയ്ക്കാക്ക് വില കൂടുതലാണ്. വാരി ഇടും. നാട്ടുകാരെ, പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കാലവർഷം അതിവിപുലമായി തുടരുകയാണ്. ഡാമുകൾ തുറന്നുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് തീരദേശത്തും തുരുത്തുകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. നിങ്ങളുടെ സുരക്ഷിതാർത്ഥം ഏതെങ്കിലും ക്യാമ്പിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. LP സ്കൂളിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ ക്യാമ്പ്. എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിച്ചേരുക. ക്യാമ്പ് നടക്കുന്നു എന്നും പറഞ്ഞ് സ്കൂൾ പിള്ളേർ സന്തോഷിക്കേണ്ട. ഒരു ക്ലാസ്സിലേ ഉള്ള ക്യാമ്പ്, മറ്റേ ക്ലാസ്സിൽ പഠിത്തമുണ്ട്.
എന്റെ ദൈവമേ, നിങ്ങളത് കേട്ടോ? എന്താ ചെറിയത്? വോട്ടിങ് അടുത്തെന്ന്. വോട്ടാണോ? ആ അങ്ങനാണെങ്കിൽ ഈ പ്രാവശ്യം PP ബാഹുലേനെ ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിക്കും. പിന്നെ ഞാൻ തോമസിനെ വോട്ട് കൊടുക്കത്തുള്ളൂ. ഇനി തോമസിന് വോട്ട് കൊടുക്കല്ലേ, PP ബാഹുലേൻ ചിലക്ക് വോട്ട് കൊടുക്കണം. അവൻ ജയിച്ചാൽ നല്ല പ്രയോജനമാണ്. എന്താ പ്രയോജനം? അവൻ കഴിഞ്ഞ കൊല്ലം ജയിച്ചിട്ട് അവൻ എന്തോ നടത്തി, എന്തോ പ്രയോജനം ചെയ്തു? അവനോട് നമ്മുടെ തോട്ടിൽ പാലം പണിഞ്ഞു തന്നില്ലയോ? പറച്ചിൽ കേട്ടതൊന്നും ഇരുമ്പും തടിയുടെ കൊണ്ടുള്ള പാല വന്നു. തോട്ടിന് കുറുകെ ഒരു തെങ്ങും തടി ഇട്ട് അത് ആ പാലം. അതെന്താ പ്രയോജനം ചെയ്തെന്നാ നിങ്ങൾക്ക്? നിനക്ക് പ്രയോജനമില്ലേലും ആ പാലം എനിക്ക് പ്രയോജനം ഉണ്ടായിരുന്നു. കരിക്കടയ്ക്ക് പൊയില വായിക്കാൻ ഞാൻ പോയപ്പോഴേ അപ്പുറത്തുനിന്ന് ആശാരി ഇങ്ങോട്ട് വരുന്നു. ഒരത്തടി പാലം ഇല്ലയോ? ഞാനും അവളും നടുക്കായി, സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലല്ലോ. ആശാരി എന്റെ അരക്കിങ്ങനെ പിടിച്ചു, ആശാരി ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ എന്നോട് തോട്ടി മറിഞ്ഞു വീണു. വെള്ളം കുടിച്ചു. പച്ചമീനിൽ നിന്നെന്തോ രസമായിരുന്നു അറിയാമോ? ഹൗസ് ബോട്ടിൽ ടൂറ് പോയതാണ്. ഒരുവിധം പിന്നെ ഞാൻ കരക്ക് അടിച്ചത് വെള്ളത്തിൽ നിന്നു. ആ കേസിൽ നിന്ന്. ഇതൊക്കെ ഇപ്പൊ പറയുന്നില്ല. ഹലോ, ആ എടാ രാജീവനെയും വർഗീസിനെയും കൂടെ പുതുപ്പുറം വിഭാഗത്തോട്ട് വിട്. അവിടെ വെള്ളം കയറി വരുന്നുണ്ട്. എല്ലാരും മാറ്റുന്ന 20 കുടുംബങ്ങളുണ്ടാണ് അവിടെ കേട്ടോ. ഞാനിപ്പോ നിൽക്കുന്നത് ഒരിടത്തൊരിടത്തൊരു കാക്കത്തുരുത്തുണ്ടായിരുന്നു. ആ കാക്കത്തുരുത്തിൽ ഒരു അപ്പൂപ്പനും അമ്മമ്മയും താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആരുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മഴ പെയ്തത്. വെള്ളപ്പൊക്കം വരുമെന്ന് വിചാരിച്ച് അവർ പേടിച്ചിരുന്നപ്പോഴാണ് അവരെ രക്ഷിക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞത്. ഞാനിപ്പോ കാക്കത്തുരുത്തി വന്നിരിക്കും അവരെ രക്ഷിക്കാനായിട്ട്. ഹലോ, ഈ ബാലകഥയല്ലാതെ ഈ കമ്മാരക്കാർക്ക് പറ്റിയ കഥ എന്തെങ്കിലും കേട്ടോ? അതെയോ? അല്ല, ഇത് ഓരോരുത്തരുടെ അപ്പൂപ്പനും അമ്മമ്മയും കാക്കത്തുരുത്തിലുണ്ടായിരുന്നു പറഞ്ഞ കഥ പറഞ്ഞല്ലേ? കഥ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ തുരുത്തി താമസിക്കുന്ന കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞതാ. അതെന്താ? പിന്നെ ഇവിടെ ഒരു കൗമാരക്കാരുടെ കാര്യം പറഞ്ഞു. എന്തുവായിരുന്നു? നിങ്ങളായിരുന്നു? ഇത് കൗമാരമല്ല, ചതുക്കിച്ച് വീഴാറായ പടുമരം. നീ എവിടുന്ന് കയറി വരുവാടാ? നീ എവിടുന്ന് കയറി വരുവാ? എന്നെ മനസ്സിലായില്ലയോ? ഇല്ല. ഞാൻ റെസ്ക്യൂ എന്ന് വരുവാ, ജോർജ് കുട്ടി. റെസ്കിനകത്ത് ജോർജ് കുട്ടിയല്ല, ടൂട്ടി ഫ്രൂട്ടി. റെസ്കിനകത്ത് പല കളറിലിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയുടെ കാര്യമല്ലെന്ന് പറഞ്ഞത്. ഞാൻ ഈ ആപത്തിപ്പെടുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തത്തില്ലേ? സന്നദ്ധ സംഘടന. സണ്ണിക്ക് സംഘടന. നിനക്ക് എന്താണ് കുഴപ്പം? അന്നിക്കല്ലെന്ന് സന്ധ്യക്ക് സങ്കടം. സന്ധിക്കും സങ്കടമാണെന്നല്ലേ പറഞ്ഞത്? നിനക്കാന്നോ സങ്കടം? അയ്യോ, അതല്ലെന്ന്. ഈ വെള്ളപ്പൊക്കമൊക്കെ കയറി വരുമല്ലേ, ഞങ്ങൾ ഈ ക്ലബ്ബുകാരാ, സന്നദ്ധ സംഘടന, നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. വെള്ളം കയറി വരുന്ന അറിഞ്ഞില്ലയോ? ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അയ്യോ, ഡാം തുറന്നു. ഡാം തുറക്കുകയോ വാസു അടയ്ക്കുകയോ ചെയ്ത് ഞങ്ങൾ എന്താ വേണം? ഡാമുന്റെ വാസുവിന്റെ കാര്യമല്ല പറഞ്ഞത്. മഴ ഇങ്ങനെ പെയ്യുന്ന കണ്ടില്ലേ നിങ്ങള്? മഴ പെയ്യുന്ന ഞങ്ങൾ ഇറക്കണ്ടാ? എന്റെ പൊന്നപ്പൂപ്പ, വെള്ളം എല്ലാം കൂടെ കയറി ഈ തുരുത്ത് മുങ്ങാൻ പോവാ. നിങ്ങളെ ക്യാമ്പിലോട്ട് കൊണ്ടുപോകാൻ വന്നാ ഞാൻ പെട്ടെന്ന് വാ. എന്നിട്ട് നീ നനഞ്ഞിട്ടില്ലല്ലോ വെള്ളം അവിടെ? നോക്ക്, കാൽപാദം വരെയുള്ള വെള്ളം കയറി വരുവാ. ഇപ്പൊ അൽപ്പാദം വരെ വെള്ളമായിട്ടില്ല. എവിടെ പോവാനെന്നാ? ക്യാമ്പിലോട്ട് പോവാം. നിങ്ങൾക്ക് അവിടെ എല്ലാം സൗകര്യം ഉണ്ട്. വാ, ക്യാമ്പിലോട്ടാണോ? പെട്ടെന്ന് വാ. ഈ എവിടെ കിട്ടി വൈപ്പർ പിടിച്ച മുമ്മേ? 55 കൊല്ലത്തിനും എനിക്ക് കിട്ടിയതാ ഈ ഓളി. പെട്ടെന്ന് വരാനെ കൊണ്ട് ക്യാമ്പിലോട്ട്. ഇങ്ങേരം കൊണ്ട് ക്യാമ്പിലോട്ട് വരുന്നില്ല കുഞ്ഞെ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം കയറിയപ്പോ ഇങ്ങേരം കൊണ്ട് ഞാൻ ക്യാമ്പിലോട്ടൊന്ന് വന്നായിരുന്നു. അന്ന് ഇങ്ങേരം ഒരു നൈറ്റി വിട്ടോണ്ട് പെണ്ണുങ്ങൾ കിടക്കുന്നിടത്ത് പോയി കിടന്നെന്ന്. വെള്ളപ്പൊക്കം കയറി ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഞങ്ങൾ ക്യാമ്പിൽ ചെന്നു. അവിടുന്ന് കുറച്ച് തുണി തന്നു. എനിക്ക് കിട്ടിയത് നൈറ്റി. അതിട്ടോട്ട് കിടന്ന കാര്യം ഈ പറയുന്നത്. അവിടെ വേറെ എന്തോരം കുപ്പായം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ എടുത്ത് ഇട്ടാ പോരായിരുന്നോ? പിന്നെ നമ്മൾ ഓണത്തിന് ഓണക്കോടി എടുക്കാൻ പോയില്ലേ തുണി മാറി കൊടുക്കാനൊക്കെ. നിങ്ങൾ നൈറ്റി ഇട്ടോ എന്തിനാ പെണ്ണുങ്ങളുടെ ഇടയിൽ പോയി കിടന്നത്? ആമ്പർന്നവന്മാരുടെ ഇടയിൽ പോയി കിടക്കാൻ ഞാൻ കുഞ്ഞെ, ഞാൻ ഈ നൈറ്റി ഇട്ടുണ്ട് ക്യാമ്പിൽ ആണുങ്ങളുടെ എല്ലാം പോയി കിടന്നത്. പിന്നെ എന്റെ അവസ്ഥ ഒന്നും പറയണ്ടല്ലോ. പിന്നെ പെണ്ണുങ്ങളുടെ വന്ന് കിടന്നപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്നോട് പറയുന്നത് പെട്ടെന്ന് വരാനെ കൊണ്ട്. ഇനി രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കണേ. എന്റെ പൊന്നു കുഞ്ഞ്, അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. ഇവിടെ കോഴിയുണ്ട്, താറാവുണ്ട്, ആടുണ്ട്. അയ്യോ, ക്യാമ്പിൽ അത്ര ലാവിഷൊന്നുമില്ല. അവിടെ പയറും കഞ്ഞിയും ചമ്മന്തി. അങ്ങനെ വെട്ടിക്കുറിച്ച് തെറ്റുന്ന കാര്യമല്ല പറഞ്ഞത്. ഇവിടെ കോഴിയും താറാവും അതിനെയൊക്കെ കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല പറഞ്ഞത്. എന്റെ അപ്പൂപ്പ അതിനെയൊക്കെ നോക്കാൻ അവിടെ പ്രത്യേകം ഈ സൗകര്യം ഉണ്ടെന്ന് എല്ലാത്തിനും വാരിക്കെട്ടി വെള്ളം കയറി വരുന്നെന്ന്. അപ്പൊ അവിടെ അതിനുള്ള സിസ്റ്റം ഉണ്ടോ? ആയെന്ന് പറഞ്ഞേ എന്താ ഈ പ്രായത്തിൽ സിസ്റ്റം ഒന്ന് വ്യക്തമായിട്ട് പറയാനുള്ള ഏത് സിസ്റ്റമാണ് ഈ മാർബിൾ പിടിപ്പിച്ച പല്ലിനകത്ത് വെച്ചേക്ക് നോക്കിയതാ? അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഇടപെടും. അപ്പൊ രാഷ്ട്രീയക്കാരോട്ട് ബന്ധമുണ്ടോ? രാഷ്ട്രീയക്കാരോട്ട് ഭയങ്കര ബന്ധമുള്ള ഞാൻ നേതാവായിട്ടൊക്കെയാണ് പോകുന്നത്. അല്ലല്ല പരിപാടി ഞാൻ രാഷ്ട്രീയ പരിപാടിക്ക് കപ്പ പശ വെച്ച് തോരണം ഒട്ടിക്കുന്ന പരിപാടി എന്റേതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നേതാവ് കേൾക്കും. എന്റെ പൊന്നപ്പൂപ്പ സാധനം എല്ലാം എടുത്തോണ്ട് വരാനുണ്ട്. എനിക്ക് ഇനി കുറെ എടുത്ത് പോകാനുള്ള ആൾക്കാരെ ഇങ്ങനെ അങ്ങനെ കടന്ന തുള്ളും ക്യാമ്പിലോട്ട് വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മൂത്ത മോൻ അശോകൻ ഇല്ലയോ, അവന്റെ വീട്ടിലോട്ട് എവിടെ ആയാലും കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ എവിടെ രക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഇല്ല, മൂത്ത മകൻ അശോകന്റെ വീട്ടിലോട്ട് ഞാൻ വരത്തില്ല. അതെന്തുവാ കാര്യം പറഞ്ഞു? അവിടുത്തെ പട്ടിക്ക് എന്നെ ഇഷ്ടമല്ല. എന്തുവാ? അവരെന്താ 10-25,000 രൂപ കൊടുത്തിട്ട് പട്ടിയെ മാറ്റിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഈ പട്ടി എന്നെ കടിക്കാൻ വന്നു. ഞാൻ ഈ മുട്ടയിലിട്ട് നീക്കാ പൂരി പട്ടിയുടെ വായിലോട്ട് വെച്ച് കൊടുത്തു. ഞാൻ തിരിച്ചു വരുന്ന ഈ പട്ടിക്ക് ആഹാരം കഴിക്കാൻ പറ്റാന്നിട്ട് സ്ട്രോ ഇട്ട് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുവായിരുന്നു ആ പട്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഇളയ ചെറുക്കൻ ഇല്ലയോ, അവന്റെ വീട്ടിലോട്ട് നമുക്ക് ആ പട്ടികൾക്ക് തന്നെ ഇഷ്ടമല്ല. ചെറുക്കൻ പോയി എല്ലാ സാധനങ്ങളൊന്നും പറഞ്ഞിട്ട് പാടി കാര്യം പറഞ്ഞിരിക്കാതെ എന്തുമായാലും ക്യാമ്പിലോട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും.
നോക്കത്തില്ല, ഞാൻ വരുത്തൂല്ല. എവിടെയെങ്കിലും പോയി വെള്ളം ചാവുന്നതിന് പോയി പറക്കട്ട് വാടി പോയി അങ്ങോട്ട്. ക്യാമ്പിൽ കൊണ്ടാട്ടം ഉണ്ടോ ദൈവമേ, അവിടെ ഉണ്ടായിക്കണേ. അപ്പൊ വെള്ളം കയറി മുമ്പേ പൊത്ത നനഞ്ഞുള്ളായിരുന്നു, മുട്ടിന്റെ അവിടെ എത്രയായി? ഇത്ര വെള്ളമായോ? എന്നാ ഇത് പിടിച്ചോ. അപ്പൂപ്പനാ ഇത് ഞാൻ ഒറ്റയ്ക്ക് തിന്ന് തീർക്കത്തില്ല. ജിലേബി അല്ലേ? ഇത് നമുക്ക് വെള്ളത്തിൽ മുങ്ങാതിരിക്കാനുള്ള ട്യൂബാണിത്. പെട്ടെന്ന് വാടി അങ്ങോട്ട്. ഓ എന്റെ പൊന്നെ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ അമ്മൂമ്മ ഇങ്ങോട്ട്. പെട്ടെന്ന് വന്നില്ലേ ഇപ്പൊ എന്താ പറ്റാനാ? ഇടിഞ്ഞു പൊളിഞ്ഞു വീഴി വല്ല. എന്റെ ദൈവമേ, അടുത്ത വെള്ളപ്പൊക്കം വന്നാൽ ഇടിഞ്ഞു വരുമെന്ന് തോന്നില്ലല്ലോ. ഈ വീട് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴത്തില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ഈ വീട് ചരിത്രം ഉറങ്ങുന്ന വീടാ. എന്നാ ചരിത്രത്തെ വിളിക്ക്, വെള്ളം കയറി വരുന്നെന്ന് പറയാൻ രക്ഷപ്പെടാവുന്ന നമുക്ക്. അങ്ങനെ ചരിത്രം കട്ടിലേ കിടന്ന് ഉറങ്ങുന്ന വീടെന്നല്ല പറഞ്ഞത്. പിന്നെ എടാ, വേണാട് ഭരിച്ചിരുന്ന രാജാവിനെ അറിയോ? KSRTC വേണാട് ഓടിക്കുന്ന രാജനെ അറിയാം. വേണാട് ഭരിച്ചിരുന്ന മഹാരാജാവൻ അതാരാ? തിരുവാതിര മഹാരാജാവ് ഒരു ദിവസം ഈ കുമ്മരക്കത്ത് പോയിട്ട് ഞങ്ങളുടെ വീട്ടിലെ പുറകെ കട വള്ളത്തെ വന്നത്. രാത്രിയായപ്പോ വള്ളത്തിന്റെ അടിയിൽ ഒരു ഹോള്. ഞങ്ങളുടെ അപ്പൂപ്പനെന്ന് പറഞ്ഞാൽ തോണി റെഡിയാക്കുന്ന ആളാണ്. എന്നിട്ട് രാജാവ് എന്റെ അപ്പൂപ്പനോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ തോണിയുടെ കീർത്തെ നടത്തി തരണമെന്ന് പറഞ്ഞ്. എന്നിട്ട് രാജാവ് ഒരു ദിവസം രാത്രി ഞങ്ങളുടെ ഈ വീട്ടിലാണ് കിടന്നത്. ഈ മാട്ട വീട്ടിലൊക്കെ രാജാവ് കിടന്നുറങ്ങും. ഉറക്കം വന്നു കഴിഞ്ഞാൽ മിറ്റലിന്റെ പുറത്ത് വരെ കിടക്കും ആൾക്കാര്. അങ്ങനെ ഈ തോണിയുടെ കീർത്തെ ഞങ്ങളുടെ അപ്പൂപ്പൻ അടച്ചു. നേരം പെടുത്തി ഈ രാജാവ് പോകാൻ നേരത്ത് രാജാവിന്റെ ആ തോണി അപ്പൂപ്പന് കൊടുത്തിട്ട് ഞങ്ങളുടെ ചെറു തോണിക്കാണ് രാജാവ് പോയത്. അത്രയായിട്ട് നിങ്ങളുടെ അപ്പൂപ്പന്റെ വള്ളപ്പണിയുടെ ഗുണം. രാജാവിന് അറിയാം ആ തോളെ അടഞ്ഞു കാണത്തില്ലെന്ന്. രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയാ നിങ്ങളുടെ അപ്പൂപ്പന്റെ തോണി വാങ്ങിച്ചോട്ട് പോയത്. പെട്ടെന്ന് ഇറങ്ങാനെ കൊണ്ട് അയ്യോ, എന്റെ ഗുളിക എടുത്തില്ല. എന്റെ ഗുളിക ഇന്നലെ കൊണ്ട് തീർന്നില്ലയോ ഗുളിക? തീർന്നാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ ഗുളികയുടെ തോട് വേണം. ഇങ്ങനെ ടിക്ക് 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 അടിച്ചോണ്ടിരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി ഗുളിക തോടി പോയി. അറിയത്തില്ലേ ഗുളിക അവിടെ നിന്ന് കാണാൻ അവിടെ ഉണ്ടെന്ന് ഞാൻ വാങ്ങിച്ചേരാം. ക്യാമ്പിലെല്ലാം സൗകര്യം ഉണ്ടെന്ന്. എനിക്ക് പറ്റത്തില്ല, ഗുളിക എനിക്ക് വീട്ടിരിക്കുന്ന ഗുളിക വേണം എനിക്ക്. അയ്യോ, അവിടെ ഡോക്ടർമാരുണ്ടെന്ന്. അവിടെ നമുക്ക് ചീട്ടെടുപ്പിക്കാവുന്നു. ഡോക്ടർമാരെ വീട്ടിൽ വെള്ളം കയറിയോ? വെള്ളം കയറിയതല്ല, ക്യാമ്പിൽ ഡോക്ടർമാരൊക്കെ ഉണ്ട് നിങ്ങളെ നോക്കാൻ. അവരെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാവുന്നു. ചീട്ടില്ലാതെ പറ്റത്തില്ല. അയ്യോ, ചീട്ടുണ്ടെങ്കിൽ മാത്രമേ ഗുളിക പോയി ചീട്ടെടുത്ത് തത്തമ്മേ അല്ല ചീട്ടെടുക്കുന്നത് തങ്കമ്മ പോയി ചീട്ടെടുത്ത് വാടി പോയിട്ട് എന്നെ ഇട്ട് നടത്തിക്കാന് പോയിട്ട് വാടിയിട്ട് പെട്ടെന്ന് പിന്നെ ചീട്ടെടുക്കണ്ട. ഭയങ്കര ലാഗായിരിക്കും ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്. അതുപോലെ സാധനം നടത്തി ഞാൻ കിടന്ന് നീന്തും. ഇതൊക്കെ സാധനമായത് കാര്യം പറയട്ടെ, ചീട്ട് നമുക്ക് ആ ചെറുക്കം പറഞ്ഞ മുതൽ ഡോക്ടർമാരെ കൊണ്ട് അവിടെ നിന്ന് എഴുതിപ്പിക്കാം. അതാ നല്ലത്. അപ്പൊ ശരി, അത് മതി. മോനെ അങ്ങോട്ട് പോളാം ഞങ്ങളെ. കയറി ഇതിന് മേപ്പോട്ട് വെള്ളം വന്ന വിഷയമാണ് കേട്ടോ. കുളിരടിക്കോ നിനക്ക്? മുങ്ങി പോകുന്നില്ല. പിടിച്ചോ. ഇപ്പഴാ വടംവലി മത്സരം. വടംവലിക്കല്ലെന്നും അഥവാ വെള്ളത്തിലെങ്ങാനും ഒഴുകിപ്പോയ ഏതെങ്കിലും മരത്തെ പിടിച്ചു കെട്ടി രക്ഷപ്പെടാം. ഇങ്ങോട്ട് വരാനെ കൊണ്ട്. അയ്യോ, എന്തുവാ ഇനി? എന്റെ ആമാടപ്പെട്ടി എടുക്കാൻ മറന്നുപോയി. നിങ്ങളുടെ ആമാടപ്പെട്ടി അല്ലയോ? അപ്പൊ ആമാടപ്പെട്ടി എന്ന് പറയണ്ട, ആ മാട്ടപ്പെട്ടി എന്ന് പറഞ്ഞ രാജാവ് എന്റെ അപ്പം സമ്മാനിച്ച ആമാടപ്പെട്ടിയാ മാട്ടപ്പെട്ടി വിളിച്ചോടി. തുള്ളരുത് കേട്ടാ. ഞാൻ വെള്ളപ്പൊക്കം വന്നു ഞാൻ നോക്കത്തില്ല. മുക്കി ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞേക്കാം. ആദ്യം നിങ്ങൾ എന്നെ തുണി എടുക്കാൻ വിട്ട്, അത് കഴിഞ്ഞ് പിന്നെന്തോന്നാ ചീട്ടെടുക്കാൻ വിട്ട്, അത് കഴിഞ്ഞ് ഇനി പാമാടപ്പെട്ടി വിടുവാ. എന്നെ കൊണ്ട് പറ്റത്തില്ല. വേണമെങ്കിൽ പോയി അങ്ങോട്ട് എടുത്താൽ മതി. എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങോട്ട് പോയി. നിങ്ങളെ ഇവിടെ കിടന്ന് തമ്മിൽ തല്ലി ഇവിടെ ഇരുന്നോ. ഞാൻ രക്ഷപ്പെടാൻ പോവാ. ഇവിടെ കിടന്നു നിങ്ങള്. അയ്യോ, അപ്പൊ ഞങ്ങളെ കൊണ്ടുവന്നില്ലേ കുഞ്ഞെ? നിങ്ങൾ വരണ്ട. എന്തായാലും 4 മണിക്ക് സ്കൂൾ വിടും. പിന്നെ 3:45 വിളിച്ചോണ്ട് പോയിട്ട് എനിക്കൊന്നും സാധിക്കാനില്ലോ. ഇവിടെ ഇരുന്നോ. എന്റെ ദൈവമേ, ചെറുക്കൻ നമ്മളെ ഇട്ടിട്ട് പോയല്ലോ. ചുറ്റുവട്ടം മൊത്തം വെള്ളം നിറഞ്ഞു വരുവാ. ഈ വെള്ളപ്പൊക്കത്തിലെ നമ്മൾ 2 മിരി കൈകുപ്പി അലിഞ്ഞങ്ങ് ചേരാമടി തങ്കമ്മേ. സമാധാനപ്പെടും. അതെ, ഞാൻ വലിയ ഡയലോഗും കൗണ്ടറും ഒക്കെ അടിച്ചിട്ട് പോയെങ്കിലേ നിങ്ങളില്ലാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അതിനുള്ള മനസ്സ് എനിക്ക് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏത് ആപത്തുണ്ടായാലും ജീവൻ കൊടുത്തും ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളെ പോലുള്ള സന്നദ്ധ സേവന്മാരുടെ കടമയാണ്. അതുകൊണ്ട് നിങ്ങളില്ലാതെ ഞാൻ ഈ തുരുത്തിന്ന് പോകത്തില്ല. നമുക്ക് പോയേക്കാം. ക്യാമ്പിലോട്ട് പോകാം. ക്യാമ്പിലോട്ട് പോകാം. കയ്യൊന്ന് വിട്ടേ. ഒരു കാര്യം പറയാനുണ്ട്. ക്യാമ്പിലോട്ടൊക്കെ പോകുന്നത് കൊള്ളാം. എന്റെ അടുത്ത് തന്നെ കടന്നോണം. എന്റെ മൂത്ത മോൻ അശോകന്റെ വീട്ടിൽ പോയാൽ മതി. എന്തിനാ? അവിടുത്തെ പട്ടി കടിക്കുന്നത് ഇതിലും ഭേദം. കയ്യടിയുടെ ശക്തി കൂടട്ടെ. ചേട്ടാ ഉഗ്ര സ്കിറ്റാണ് ഇതിൽ. ശരിക്കും പറഞ്ഞ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഈ ജീവിതഗന്ധിയായ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, ഈ പയറ്റി തെളിഞ്ഞ കലാകാരന്മാരെന്ന് പറയില്ല, അത് തന്നെയാണ് നിങ്ങൾ 3 പേരും. കാരണം ആ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്താണെങ്കിലും നമ്മളൊരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനകത്ത് എന്ത് വേണം എന്ത് വേണ്ട എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല. ഞാൻ ഏതോ ഒരു സ്കിറ്റിൽ ഞാൻ ഒരിക്കലും സുമിയോട് പറഞ്ഞു, സുമി ഒന്നിച്ചിരുന്ന് മാറ്റി പിടിച്ചിട്ട് സ്ഥിരം കളിക്കുന്ന, കാരണം ഞാൻ ആ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സുമി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ആ ക്യാരക്ടർ ഇത്രയും പ്രായമായ അമ്മയെ
ആ മടങ്ങി നിന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് ആ ത്രൂ ഔട്ട് സ്കിറ്റിൽ ഭംഗിയാക്കിയെന്ന് പറയുമ്പോൾ അത് സുമിയുടെ ആ ഒരു മികവ് തന്നെയാണ്. അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ മനോജിനെ ഞാൻ ഒരിക്കലും പറഞ്ഞു, മനോജ് ശരിക്കും അത്യാവശ്യം നല്ല ഒരു സിനിമയുടെയൊക്കെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരുപാട് സൂപ്പറായിട്ടുള്ള കൗണ്ടറുകൾ, അല്ലെങ്കിൽ നല്ല ക്ലാസ് സംഗതികൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് തന്നെ ഞാൻ പറയുകയാണ്. നിങ്ങൾ മൂന്ന് പേരെന്നുള്ളതല്ല, ഇത് ഐറ്റം വേറെയിലുള്ള കലാകാരന്മാരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നുള്ളൊരു ആഗ്രഹം പറയുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പുതുമയുള്ള സ്കിറ്റ് ഭംഗിയായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഈ എൻഡിലൊക്കെ വന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് നിന്നുള്ള നമ്മുടെ പ്രളയം വന്ന സമയം തൊട്ടിട്ട് സന്നദ്ധ പ്രവർത്തകർ ചെയ്തിട്ടുള്ള ആ ഒരു വലിയ കാര്യത്തെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുകയും എന്നിട്ടൊരു നല്ലൊരു പഞ്ച് കൊണ്ടുവന്ന് മനോഹരമായിട്ട് എൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ മറ്റു കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പറയും. വളരെ സന്തോഷമുണ്ട്, നല്ലൊരു സ്കിറ്റ് കണ്ട സന്തോഷം. ഫീൽ ഗുഡ് സ്കിറ്റ്. അതുതന്നെ എനിക്കും പറയാനുള്ളൂ. ഫീൽ ഗുഡ്, നന്നായിരുന്നു, രസമായിരുന്നു. സത്യം പറഞ്ഞാൽ 2018 ആ ഒരു വലിയ പ്രളയം, അത് നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഭീതി, അതായത് ഈ കേരളത്തിലെ ഒരു 70-80% ആൾക്കാരും അനുഭവിച്ചവരാണ്. ഇപ്പം നിങ്ങൾ ഈ സ്കിറ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഉള്ളിലൊരു വിഷമമുണ്ട്. എന്നാൽ ഇത് കോമഡിയാണ്, വരുന്ന സാധനത്തിന് ചിരിക്കുകയും ചെയ്യണം, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നിങ്ങളത് മനോഹരമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടെണ്ണം പോയാൽ മതി എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇവിടെ ഇരുന്ന് ആഗ്രഹിച്ചത്, ഇവിടെ നിന്ന് എങ്ങനെയും നിങ്ങളങ്ങ് പോയാൽ മതി. പല കാരണങ്ങളും പറഞ്ഞ് പിന്നെയും നിൽക്കുക നിങ്ങൾ. എങ്ങനെയെങ്കിലും ആ പുള്ളിക്കാരൻ ഈ അജീഷ് കാണിച്ച തുടക്കം മുതൽ അവസാനം വരെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ പുറത്ത് നടക്കുന്ന പ്രളയത്തിൻ്റെ ആ ഫീലിംഗ് അത്ര ഗുഡായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്തു. ഓരോ വരവിനും, ആദ്യത്തെ വരവിന് പാൻറ്റിൻ്റെ ഒരു ശകലേ ഉള്ളൂ, പിന്നെ അതിൻ്റെ മേളിൽ അപ്പം അത്ര ഫീലിംഗ് വരുത്തിയിട്ടാണ് പുള്ളി കയറി വരുന്നത്. അത്രയും റേഞ്ചിലാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് പോകാതെ മടി കാണിച്ചാൽ നിൽക്കുമ്പോൾ നമുക്ക് നിങ്ങളോടൊരു ദേഷ്യം വന്നു. എന്നിട്ടും പുള്ളി രണ്ടാമതൊന്ന് മാനസാന്തരപ്പെട്ട് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, നിങ്ങളവിടെ ഇട്ടച്ച് പോകാൻ പറ്റുന്നില്ല, ഞാൻ പോയാൽ ആ കൂടെ നിങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്ന മെസ്സേജ് ഗംഭീരമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. അതേപോലെ സുമി ഇപ്പോഴാണൊന്ന് നിവരുന്നത് അല്ലേ? തുടക്കം മുതൽ അവസാനം വരെ ആ മുട്ടയിൽ 2 കൈയും കൊടുത്ത് അവസാനം വരെ നിന്നു. മനോജും അതേപോലെ. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് അജേഷിനെയാണ്. ഉള്ള കാര്യം പറയാം, അജേഷാണ് ആ സാധനത്തിൻ്റെ ഫീലിംഗ് നമ്മളെ വരുത്തിയത്, ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഫീലിംഗ് വരുത്തിയത്. എന്തായാലും വെരി ഗുഡ്, ഗംഭീരമായിരുന്നു, അടിപൊളി. താങ്ക് യു ചേട്ടാ. മനോഹരമായിട്ടുള്ളൊരു സ്കിറ്റായിരുന്നു കേട്ടോ, ഗംഭീരമാക്കി നിങ്ങളത്. ഈ സംഭവം എനിക്ക് ചിരിയേക്കാൾ കൂടുതൽ എനിക്കൊരു ഭയാനകമായിട്ടാണ് തോന്നിയത്. കാരണം ഈ 2018-ലും 2019-ലും എൻ്റെ കുടുംബവും ഞാനും ഇത് അനുഭവിച്ചാണ്. അപ്പോൾ ഈ അനുഭവം കൊണ്ട് നമുക്ക് ഭയങ്കര ഈ നസീർക്ക് പറഞ്ഞിട്ട് ഇവരെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇവർ പലതും പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം നിങ്ങളങ്ങ് പോയാൽ മതി എന്നുള്ള ആഗ്രഹം വന്നത് നിങ്ങളുടെ അഭിനയം അത്രയ്ക്ക് കലക്കി എന്നുള്ളതാണ്. ശരിക്കും സുമി നമിച്ചട്ടാ, ഭയങ്കര രസമുണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടാണ്. കാരണം നമ്മളെ മനസ്സിലേക്കത് തട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് അത്രയും അഭിനയിക്കണം. നല്ല മനോഹരമായിരുന്നത്. നീ പറഞ്ഞിട്ട് അജേഷേ, നിങ്ങൾ പുറത്ത് ഒരു പ്രളയം ഉണ്ടെന്നുള്ള സാധ്യത ഞങ്ങളിൽ വരുത്തി തീർത്തിട്ടാ. അത് ഭയങ്കര ഗംഭീര കലാകാരന് മാത്രമേ പറ്റുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല, ഭയങ്കര ലൈഫായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അത് എത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് കൈ നിറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ അതിന്റെ ഫീലിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതെ, ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു, നല്ല ഫീലായിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മാർക്ക് കൊടുക്കാം. ആരാണ് ആദ്യം? ഞാൻ തന്നെ കൊടുക്കാം. ഞാനൊരു 18,000 രൂപ കൊടുക്കുകയാണ്. 18,000 രൂപ. രണ്ടാമതാരാ? ഒന്നുകൂട്ടി 19. 37,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഞാൻ അയച്ചു കഴിഞ്ഞു. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. അപ്പൊ ഉഗ്ര സ്കിറ്റ് കണ്ടു. അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീര സ്കിറ്റായിട്ട് വരിക, ചിരിപ്പിക്കുക. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ അടുത്ത വേറൊരു ടീം ട്രിപ്ലസ് വിളിച്ചോ. സുധീഷ് മുല്ലൂരുണ്ട്, സജിചേട്ടനുണ്ട്, സൂര്യശ്രീ ഉണ്ട്. ഒരു നല്ല കൈഡി കൊടുത്ത അവർക്ക് പോരും. അയ്യോ എന്റെ ദൈവമേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ഏതോ ഒരു കാലമാണ് എന്റെ പച്ചക്കറി കടക്കാത്തോട്ട് വണ്ടി ഇടിച്ച് കയറ്റിയേ. ഓടി വരണേ. അയ്യോ, ഏതവരാണ് ഇത് രാവിലെ ഈ പരിപാടി കാണിച്ചേ? ഇറങ്ങി വേണം ഇങ്ങോട്ട്. ദൈവമേ,
നാട്ടുകാരോ? അതാരാ? അങ്ങനെ വേൾഡ് സിനിമയൊക്കെ കാണണം, അങ്ങനെയാണ് നാട്ടുകാർ എന്നെ വിളിക്കുന്നത്. പിന്നെ നാട്ടുകാർ എന്തോ വേണേലും വിളിച്ചോട്ടെ. എന്തോ കാര്യത്തിലാണോ ഈ പച്ചക്കറി കടക്കകത്തോട്ട് ഇടിച്ചു കയറിയത്? അത് ഞാൻ വേറെ ആവശ്യത്തിന് പോയപ്പോ അറിയാണ്ട് ബ്രേക്ക് കിട്ടിയില്ലെന്ന്. ഇവിടാണോ നിന്റെ ബ്രേക്ക് വെച്ചേക്കുന്നത്? നീ നോക്കിയോ, നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഞാനിപ്പം. അയ്യോ, അയ്യോ, ഇവനെ ഞാൻ എവിടോ കണ്ടു. ദൈവമേ, പോയി ഭാഗ്യം. എടാ നീ ഇന്ദുലേഖേ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. എടാ കല്യാണം കഴിക്കാന്നും പറഞ്ഞു പ്രേമിച്ച് ചതിച്ച് വഞ്ചിച്ചവനല്ലോടാ നീ എന്നെ. ചതിയോ വഞ്ചനയോ അതെന്തുവാ എനിക്ക് അറിഞ്ഞൂടല്ലത്. അയ്യോ, ഒരു കുണുവാവ അവന് ചതി അറിഞ്ഞൂടാ. എടാ വർഷങ്ങൾക്ക് മുമ്പ് മസനഗുഡി വഴി ഊട്ടിക്ക് നമ്മള് പോയായിരുന്നോ? പോയായിരുന്നു. ആ പോക്കില് ഒരു തട്ടുകട കൊണ്ടുപോയി നിർത്തിയായിരുന്നോ? എടീ, നീ വയറു നിറച്ച് ആഹാരം കഴിച്ചോടിന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. നിങ്ങൾക്കറിയുമോ, അവിടെ ഇരുന്ന തട്ടുദോശ മൊത്തവും ഞാൻ കഴിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇവനെ കാണാനില്ല. ഞാനാണെങ്കിൽ കഴിച്ച കാശിന്റെ കൊടുക്കാനില്ലാഞ്ഞിട്ട് 3 ദിവസം അവിടെ ഇരുന്നോണ്ട് സാമ്പാർ സാധം, തൈര് സാധം ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഉണ്ടാക്കേണ്ടി വന്നു ഞാൻ. അങ്ങനെ എന്റെ സാമ്പാർ സാധത്തിന്റെ രുചി മനസ്സിലാക്കി ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടായി, അറിയാവോ? അനിയ കൂടുതൽ വർത്താനം എന്നോട് പറയരുത് കേട്ടോ. എടി, നീ അങ്ങനെ പറയാ. ഞാൻ നിന്നെ മനപ്പുറം ചതിച്ചിട്ട് പോയതല്ല. അന്നേരം എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയതാ. 8 വർഷവും നീ മൂത്രം അത് സങ്കടം കൊണ്ടാ. മൂത്രം ഒഴിച്ചാൽ സങ്കടം മാറുമെന്ന് ആരാടാ പറഞ്ഞത്? അയ്യോ, എവിടുത്തെ ഞാൻ അത് സംഭവം അന്ന് നടന്ന കഥ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പറയാം, ദൈവം എന്തോ കള്ളക്കഥ കിട്ടുന്നില്ലല്ലേ. സംഭവം എന്തോ അറിയാമോ, അന്ന് ഞാൻ മസനഗുഡി ചെന്നോ, ഞാൻ ഹോട്ടലിന്റെ പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ ഒരുത്തം എന്റെ അടുത്ത് പറയുവാണ്, ഇത്രയും സുന്ദരനായി നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ വിരൂപകയെന്ന്. എന്റെ പൊന്നിനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരൂലേ. ഞാൻ അവന്റെ പിറകെ പോയി, അവൻ ബൈക്ക് കൊടുത്തോണ്ട് പോയി. അപ്പൊ മലപ്പുറത്തുനിന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ച് നേരെ സൗദി പോയി. എന്റെ പൊന്നിനെ എല്ലാം പറഞ്ഞ് വിടാൻ പറ്റുമോ? ഞാൻ അവനോട് സൗദി പോയി, അവനെ അവിടെ ഇട്ട് അടിച്ച് സൗദി പോലീസ് നോക്കിയിരിക്കോ. 8 വർഷം ഞാൻ ജയിലിലായിരുന്നു. ഇത്രയും കാലമായിട്ട് ഒരു കള്ളത്തരം പറയാൻ പോലും നീ പഠിച്ചില്ലയോടാ? അതിലെവിടെ കള്ളം? സൗദി ഉണ്ടല്ലോ. മലപ്പുറത്ത് നിന്റെ അച്ഛൻ കൊണ്ടുവന്ന് വിമാനത്താവളം വെച്ചേക്കുന്നോടാ? ഞാൻ സത്യം പറഞ്ഞ കോട്ടയം ഉദ്ദേശിച്ചോ. നിന്റെ ദൈവമേ, കോട്ടയത്ത് വിമാനത്താവളം? എടാ നീ ഒരു ഉടായിപ്പൻ തന്നെയാടാ, നീ ഒരു ഉടായിപ്പൻ തന്നെ. നീ സത്യം പറയണ്ടല്ലേ. ഇനി എന്തോ പറയും, സത്യം പറയാം. എന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ തേച്ചത് ഇന്ദുലേഖ. ദൈവമേ, ആ മനുഷ്യനെ പറയുന്നുണ്ടോടാ? ദ്രോഹം കിട്ടോടാ നിനക്ക്? ദ്രോഹമല്ല, അച്ഛൻ പറഞ്ഞ് ഇന്ദുലേഖ തേച്ച് കഴിഞ്ഞാൽ മുടി കിളിക്കുമെന്ന്, അങ്ങനെ നിന്നെ തേച്ച്. എടാ മഹാഭാവി, ഒരു അച്ഛന്റെ വാക്കും കേട്ടോണ്ട് പ്രേമിച്ച പെണ്ണിനെ നീ ചതിച്ചില്ലയോടാ? നീ ചതിച്ചതല്ലെന്ന് നീ ഒന്ന് പറയണ കേക്ക്. മര്യാദക്ക് ഈ പച്ചക്കറി കടയുടെ നഷ്ടപരിഹാരം തന്നിട്ട് നീ ഇവിടുന്ന് പോയാ മതി. സത്യം പറയാം, പൈസയല്ലേ, വീട്ടിലൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ്. 3 പെണ്ണുങ്ങൾ ജോലിക്ക് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴും നീ നിന്റെ അമ്മയും അമ്മൂമ്മയും പണിക്ക് വിട്ടാന്നോടാ ജീവിക്കുന്നേ? അതല്ല, 3 ഭാര്യമാര്. നീ 3 കെട്ടിയോ? അവസ്ഥ കൊണ്ട് കെട്ടേണ്ടി വന്നു. നീ സമ്മതിച്ചാ 4. മര്യാദക്ക് പച്ചക്കറി കടയുടെ പൈസ നീ കേട്ടോ. ഒന്നാമത് ഇപ്പൊ എന്റെ ചേട്ടന് നിനക്ക് അറിയത്തില്ല, പുള്ളി ഭയങ്കര കലിപ്പന. ഇപ്പൊ കയറി വരും ഇങ്ങോട്ട്. നിനക്ക് എത്ര രൂപ വേണം? ഒരു 20,000 രൂപ വേണം എനിക്ക്. 10-30,000 രൂപ ആണെന്ന് എടുത്തോ. എടാ കള്ളാ, നീ അല്ലയോടാ പറഞ്ഞ നിന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെന്ന്. എവിടെ നടായി കാശ്? ഞാൻ വണ്ടി ഇടിച്ച് അവിടെ കയറിയല്ലോ, അപ്പൊ അവിടെ ഒരു ഡ്രോയ്ക്ക്. എന്റെ ദൈവമേ, ഞാൻ ലോൺ അടയ്ക്കാൻ വെച്ചിരുന്ന കാശ് എന്റെ കടയിൽ നിന്ന് എനിക്ക് തന്നെ വരുന്നു. എടാ ഉടായിപ്പ മര്യാദക്ക് പൈസ കൊടുത്തോ. എന്റെ ഫാൻസ് ആക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഒരു ഫാൻസ് നിനക്ക് നേരെ ചൊവ്വെ വെട്ടി വൃത്തിയാക്കി നടന്നുകൂടായോ? അപ്പൊ ഈ ലോകത്തിൽ നീ ജീവിക്കുന്നേ ഇടി സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൃത്തിയായിട്ട് നടക്കുന്നവരെ വേണ്ട, ഇതുപോലുള്ള കോലം മതി. ഞാൻ ഇന്നലെ തന്നെ സിനിമ കാണാൻ ഒരു തിയേറ്ററിൽ പോയതാ. ക്യാമറ ഏതൊക്കെ വഴി വന്നെന്ന് എനിക്കറിഞ്ഞു. ഇന്ന് എനിക്ക് 5 ഇന്റർവ്യൂ ഉണ്ട്. നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? കോനാമ്പിച്ചൊരു പാട്ട് പാടി വെക്ക്, നാളെ വൈറലാ. നീ കൂടുതൽ വർത്താനം പറയല്ലേ. മര്യാദക്ക് പൈസ കൊണ്ട് തന്നെ. നീ മര്യാദക്ക് എന്റെ പൈസ എടുത്തോണ്ട് തരാം. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ വണ്ടിയും കൊണ്ടുപോയി പൈസ എടുത്തോണ്ട് വരാം. 8 കൊല്ലം മുമ്പ് നീ ഒരു പോക്ക് പോയതാ. വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നീ പോയി കാശ് എടുത്തോണ്ട് വാ. കാശ് എടുത്തോണ്ട് വരാം. കാശ് എടുത്ത് വണ്ടി തരുമല്ലോ. ആലോചിക്കാം. ഓ ദൈവമേ, ഇടിച്ച് കേറ്റാൻ പെട്ട പാട്. എന്റെ ദൈവമേ, എന്റെ ചേട്ടൻ വരുമ്പോ ഞാൻ എന്തോ പറയൂന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ
എൻട്രി പഞ്ച്. നിങ്ങൾക്ക് എന്തിട്ട് കാണാൻ മനുഷ്യ? എടീ ഒരു ഗുണ്ടേരെ മുഖത്തോക്കി കൈചൂണ്ടി സംസാരിക്കുന്നില്ലേ? ഗുണ്ട? എടോ നിങ്ങൾക്ക് ഈ ആൾക്കാരെ പറ്റിക്കാതെ വല്ല ജോലിക്കും കൂലിക്കും വല്ലതും പോയിക്കൂടായോ? അപമാനം. പബ്ലിക്കായിട്ട് സ്വന്തം ഭാര്യ ഭർത്താവിനെ അപമാനിക്കുന്നു. നിന്നെ ഇന്ന് എന്തുവാടി ഇത്? എന്തുവാ ഇത്? അത് ബൈക്ക്. എന്താ സത്യം പറയടി, സത്യം പറ. അതൊരു ബൈക്ക്. ഞാനില്ലാതെ എന്റെ അടുത്ത് പറയാതെ നീ ബൈക്ക് കച്ചവടം തുടങ്ങിയല്ലേടി? ഒരു കടക്കകത്തോട്ട് ഒരു വണ്ടി ഇടിച്ചു കയറി ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ മനുഷ്യ? ഇടിച്ചു കയറിയാണോ? അല്ല പിന്നെ എന്തോ ഇത്? നല്ല പരിചയമുള്ള വണ്ടി. അത് നിങ്ങളുടെ കൂടെ പഠിച്ചായിരിക്കും. ആ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അയ്യോ എന്തോ കാര്യത്തിന് എന്നെ ഇങ്ങനെ അടിക്കുവാ. ഇതാണ് കൗണ്ടർ പഞ്ച്. വിടത്തില്ല, ഒന്നിനെ ഞാൻ വിടത്തില്ല. ബൈക്കിന്റെ ഉടമസ്ഥയാണ്, അവനെ കുത്തി കീറി ഇന്ന് ഞാൻ കുടലെടുത്ത് കഴുത്തി കൂടെ ഇടും ഞാൻ. വിളി അങ്ങ് തുള്ളാതെ. ആകെ 5000 രൂപയുടെ നഷ്ടമേ നമുക്ക് വന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു 10-20,000 രൂപയുടെ നഷ്ടം ഉണ്ടെന്ന്. അവൻ നാട് ATM പൈസ എടുക്കാൻ പോയപ്പോ അവൻ ഇപ്പൊ വരും. അന്നേരം കിടന്ന് വല്ലവും പറഞ്ഞ ഉള്ള കാശൂടെ കിട്ടാതെ പോകും. ഇങ്ങോട്ട് വന്നേന്ന്. ഈ വീട്ടിൽ 10ന്റെ പൈസ എടുക്കാനില്ലാത്തപ്പം നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ പോയി ടാറ്റു ചെയ്തേ? അയ്യോ അത് ടാറ്റു അല്ല, പിന്നെ അത് നമ്മളെ കല്യാണ വർക്കിന് പോകുന്ന ശശി കല്ലിനിടിച്ചതാ. ഞാൻ ചെന്നപ്പോ അവ ആ കല്യാണ വീട്ടിൽ ഒരു ഇല തുടച്ചോണ്ടിരിക്കുക. ഞാനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ശശി നിന്റെ തുട കൊള്ളാന്ന്. താടി നെഞ്ചത്തൊരു ചവിട്ട് ഒറ്റ ഇടി. ഞാൻ ഇനി എങ്ങനെ അവരുടെയൊക്കെ മുഖത്ത് ഞാൻ നോക്കും? ഞാൻ നോക്കണ്ട, നീ എന്തിനാ കണ്ടോ എന്റെ മുഖത്ത് നോക്കുന്നത്? ഞാൻ നോക്കൂലേ. ഇത്രയൊക്കെ അടി കിട്ടി നിങ്ങക്ക് പോരല്ലയോ? എന്റെ പൊന്നു മനുഷ്യ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ നോക്ക്. നല്ല കാര്യം ചെയ്യൂലെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിൽ നിന്ന് ഞാൻ എല്ലായിടത്തും ചെടികൾ വെച്ച് പിടിപ്പിക്കും. എന്നിട്ട് ഗാന്ധി ജയന്തി 2-ാം തീയതി, ഒക്ടോബർ 2-ാം തീയതി സേവന വാരം എന്ന് പറഞ്ഞു പുല്ലിനെല്ലാം ഞാൻ ഇങ്ങനെ ഒരു പ്രാന്തനാണല്ലോ എനിക്ക് ചോദിക്കാൻ വിട്ടുപോയി. നീ വീട്ടിൽ നിന്ന് പോന്നപ്പോ എന്തിനടി നീ ബെഡ്റൂമിന്റെ വാതിൽ പൂട്ടിയിട്ട് പോന്നത്? ഇത് ഞാൻ നിങ്ങളോട് പറയാനിരിക്കുവായിരുന്നു. ആ ബെഡ്റൂമിനകത്തോട്ട് ചെന്ന് കയറിയ മുട്ടുകാർ ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞു. എന്തിനാണെന്നോ? രാത്രി ഉറങ്ങാനെന്നും പറഞ്ഞ് ഞാൻ ആ ബെഡ്റൂമിനകത്തോട്ട് ചെന്ന് കയറും. ഉറങ്ങാൻ കിടക്കുമ്പോ ഏതൊക്കെയോ ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് സ്വപ്നം കണ്ട് പേടിച്ച് മൂത്രം ഒഴിക്കും. എന്നെ കൊണ്ട് സൗകര്യമില്ല ബെഡ്ഷീറ്റ് കഴുകാനായിട്ട്. ഞാൻ എവിടെ കിടക്കുമെന്ന് പറയടി. ദോണ്ടെ ഞാനൊരു പാ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വിരിച്ച് ഹാളിലോട്ട് പോയങ്ങ് കിടന്നാ മതി. അതുകൊള്ളല്ലോ പുതിയ സംഭവം. ഇതെന്താ സംഭവം? ഇതാകുമ്പോ എനിക്ക് ആ തറ മാത്രം അങ്ങ് തുടച്ചാ മതിയല്ലോ. അപമാനം, അപമാനം. ഇത് ഞാൻ ഒരിക്കലും സഹിക്കത്തില്ല. എന്റെ വെള്ളരിക്കയിലെങ്ങാനും തൊട്ട എന്റെ വെള്ളരിക്ക ഞാൻ കാശ് എന്തോ പരിപാടിയാ കാണിച്ചേ. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ച സാധനം പിന്നെ എന്റെ അടുത്താണ് കളി. ചൈനക്കാര് പറഞ്ഞ സത്യമായി എടിയേ. എന്തുവാ? കൊറോണ വരുന്നു ഓടിക്കും, അങ്ങോട്ട് മാറ്. അയ്യോ അത് കൊറോണ അല്ലെന്ന്. പിന്നെ എന്നെ ഇവിടെ മനുഷ്യ, അത് കൊറോണ അല്ലെന്ന്. രണ്ടാ വണ്ടി ഇടിച്ചില്ലേ അവനാ. കടന്ന് ഊപ്പാട് വന്ന് ഇവിടെ ATM ഒരു കുന്തവും ഇല്ല. അവിടെ നിന്ന് ATM ഇല്ല, പട്ടിക്കാട്ടി കൊണ്ട് വീടും കടയൊക്കെ വെച്ചിട്ട്. ഹലോ അമ്മച്ചേ, ഇതെന്തിനാ അടിച്ചേ? ഇത് മിഡിൽ പഞ്ച്. ഇത് ആരടാ ഇത്? പൈസ ഒന്നും അവിടെ ഇല്ലാന്ന്. പൈസ ഇല്ലേ? ഇല്ല പൈസ ഇല്ലേ? ഇല്ല. ഇത് ആരിത്? ഇതെന്റെ കെട്ടിയോനാ. ആണോ? എടാ മര്യാദക്ക് നീ ആ പൈസ എടുത്തത് കൂടെ അല്ലേ പുള്ളി പശപ്പശ കാണാള്. പഴയ പ്രണയ കഥയൊക്കെ അങ്ങ് പറയട്ടെ. നീ ഒന്നും പൈസ ഇല്ലെന്നോ? ഇല്ല. എന്നെ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ട കൊല്ലരുത്. ഇതുപോലത്തെ കണ്ടിട്ടുണ്ടോടാ? പലതും കണ്ടിട്ടുണ്ട്. വരയെ നിക്കറട്ട വാളിനെ ആദ്യമായിട്ടാ കാണുന്നത്. നിന്റെ പൈസ എന്നിട്ട് നീ പോകത്തുള്ളൂ. പിന്നെ സ്വന്തമായിട്ട് നിക്കർ കുത്തി കീറിട്ട് ഇനി ഞാൻ പൈസ കൊടുക്കണം പുള്ളിക്ക്. നിന്നെ അതെന്തുവാ? അയ്യേ ഈ സമയത്താ പിന്നല്ലാതെ ലാലേട്ടൻ ഇങ്ങനെ കാല് പൊക്കി ചവിട്ടുന്നില്ലേ അതുപോലെ നിക്കറില്ല. നമ്മൾ രണ്ടോട് ഒരുമിച്ചല്ലേ ആ പടം കണ്ട്, എന്നിട്ട് അറിയില്ലേ? അതല്ല എനിക്ക് നിക്കറില്ല. മുണ്ടാതിരിയോടി. എന്താ ഇങ്ങോട്ട് പടം നിന്നെ ഇന്ന് ഞാൻ അടിക്കില്ലേ? അതെ ചേട്ടാ, ആ കാശ് സ്വന്തമായിട്ട് ചെവി ഇട്ടിട്ട് സുഖം ഉണ്ടാന്ന് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? എടാ അതല്ല ഗുണ്ട സുഖു, ഗുണ്ട സുഖു. യവന ഞാന് എടാ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ ഞാൻ ഈ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മൂത്രം ഒഴിക്കും. ആ ചേട്ടനാ മാർക്കറ്റിലെ മൂത്രപ്പുര. യവനെ മാറ്, യവനെ ഇന്ന് ഞാൻ ആ വെള്ളരിക്കയിലെങ്ങാനും തൊട്ട അവിടെ എന്താണ് നിന്റെ പേര്? എന്റെ പേരെന്ത്? ജാക്ക് സ്പാരോ. മട്ടപ്പേര് പറ. അനി.
നിനക്ക് ഞാനൊരു പേര് പറയാം. പൂവച്ചൽ സുധീഷ്. അത് നിങ്ങളുടെ ബന്ധുക്കളുടെ പേരൊന്നും എനിക്ക് വേണ്ട. നിനക്ക് അത് മതി. വേണ്ട, ആ പേര് വേണ്ട എനിക്ക്. അത് മതി. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പൈസ വെച്ചിട്ട് പോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ കയ്യിൽ ഇവിടെ എന്ത് തരാനും ഒന്നും ഇല്ലണ്ണാ. ആ പാടെ എന്നാ ഒരു കാര്യം ചെയ്യും, ചെന്ന് പൈസ എടുത്തിട്ട് വാ. അതല്ലേ നല്ലത്. പൈസ ഇല്ല, ഈ പൈസ കാര്യങ്ങളൊന്നും ഇല്ല. പൈസ ഇല്ല പിന്നെ ദേഹത്തൊന്നുമില്ല. നീഞ്ഞോടി ആ കൈ നീട്ടി, മറ്റേ കൈ ഇഞ്ഞു കൊണ്ട്. എന്നെ പറ്റിക്കായിരുന്നല്ലേ? രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ? അല്ലല്ല, ഞാൻ പറയണോ? ഞാൻ മണ്ടനെന്ന് കരുതിയല്ലേടാ? അല്ല, ഞാൻ അത് ചോദിച്ചു പറയട്ടെന്ന്. എന്നാലും ഇത് വേണ്ടായിരുന്നു കേട്ടാ. അത് അങ്ങനല്ല. കൊട്ടാരക്കര മൈലത്താണ് വീട്. ദൈവമേ, മൈലവും എന്നുള്ളത് മൈലോന്ന് വായിച്ചിട്ട് ആ മൈലത്താണ് എന്റെ വീട്. എന്റെ ഭാര്യയുടെ വീട് മൈലത്താണ്. അവരെ കയ്യിൽ ഇത് എഴുതിയിട്ടുണ്ട്. അയ്യാ, എന്റെ വീട് കോതമംഗലത്താ. എന്റെ വീട് കോതമംഗലത്താ. അതെന്താ എഴുതാത്തത്? കോതമാവരെ നിക്കുള്ളൂ, കലം വെളി കിടക്കും. അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. പൈസ മാറി എന്നെ സ്വഭാവം. എടാ, കാര്യം പറഞ്ഞോണ്ട് നിൽക്കാതെ പൈസ എടുത്തോണ്ട് കൊടുക്കടാ നീ. ഇതിലൊന്നും ഇല്ലെന്ന്. ATM കാർഡിലുണ്ടാവും. പോയ ഇതൊന്നുമില്ലേ? അല്ല, സ്വർണ്ണ വല്ലതും ഉണ്ടെങ്കിൽ അതറാ. സ്വർണ്ണമില്ല, ആ പടം ഉള്ളതാണ്ട് ഈ സിൽവർ മാത്രമേ ഉള്ളൂ. അമ്മച്ചി എന്തിനാ അടിച്ചത്? ഇത് സിൽവർ പഞ്ച്. ഇവന് ഭ്രാന്താണ് ഇവന്. എടാ, നീ എന്തെങ്കിലും പൈസ എന്നാ ഒരു കാര്യം ചെയ്യാം, വണ്ടി എടുത്തോണ്ട് പോയി മേടിച്ചോണ്ട് വരാം. വണ്ടി എടുത്തോണ്ട് പോകണ്ട, നീ ഇവിടെ വെച്ചിട്ട് പോയാൽ ഇവൻ പണ്ടേ പോയി കഴിഞ്ഞ മുങ്ങുന്നവനായി വരും. അതെങ്ങനെ നിനക്കറിയാം? അവനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ അങ്ങനെ ചെയ്യുന്നവനാന്ന്? അതെങ്ങനെ അറിയാം? അല്ല, അനി അങ്ങനെ ചെയ്യും, എനിക്കറിയാം. അനിയോ? ഇവന്റെ പേര് അനിയാണെന്ന് നിനക്ക് അങ്ങനെ അറിയാം? വണ്ടി ഇടിച്ചു കയറിയപ്പോ ഞാൻ പേര് ചോദിച്ചായിരുന്നു. ഇന്ദിരൊക്കെ പറഞ്ഞ കറക്റ്റ് ആണോ? ഇവളെ പേരെങ്ങനെ നിനക്കറിയാം? അത് ഇപ്പൊ ചേട്ടൻ വിളിക്കുന്ന കേട്ടില്ലേ? ചേട്ടൻ അണ്ണ അഭിനയിക്കുന്ന അണ്ണ എന്നെ കൊന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇവള് ഭയങ്കര പ്രേമമായിരുന്നു പണ്ട്. അങ്ങനെ പ്രേമിച്ച മസനഗുടി വഴി ഊട്ടിക്ക് ട്രിപ്പ് പോവാന്ന് പറഞ്ഞ് ഞാൻ ഇവളും കൂടി പോയ സമയത്ത് എന്നെ ഇവളെ ആരോ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നൊരു ബൈക്ക് കൊടുത്തോണ്ട് നേരെ പോയി. അങ്ങനെയാണ് എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. അറിയാതെ പ്രേമിച്ചു പോയതാ. പോകാൻ പറ, അതല്ല ഞാൻ പറയാൻ വന്നത്. നിനക്ക് ഇവളെ മാത്രമേ നഷ്ടപ്പെട്ടത്, എനിക്ക് എന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. ജീവിതം നഷ്ടപ്പെട്ടത്? നീ അന്ന് അവിടെ നിന്ന് എടുത്തോണ്ട് പോയില്ലേ? ആ വണ്ടി എന്റെ ആണാ പൊട്ട. അന്ന് അവിടെ ചായ അടിക്കാൻ നിന്നതാ ഞാൻ. അന്ന് തലയിലായതാ ഇവള്. ഈ വണ്ടി ഇതാര വണ്ടി? ഇത് അന്ന് എടുത്തോണ്ട് ദൈവമേ, എന്റെ വണ്ടി 8 വർഷത്തെ CC പൈസ ഉൾപ്പെടെ മൊത്തം നിന്നെ കൊണ്ട് ഞാൻ അടപ്പിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ദൈവമായിട്ട് തന്നൊരു അവസരം. ഈ കടയുടെ പൈസ, വണ്ടിയുടെ പൈസ, എന്റെ ജീവിതം, ഇതിന്റെ എല്ലാത്തിന്റെയും പൈസ വെച്ചിട്ടേ നിന്നെ ഞാൻ ഇവിടെ വിടത്തുള്ളൂ. ആണോ? വന്നവരും നിന്നവരൊക്കെ ഒന്നായപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനാണ് വില്ലൻ. എന്നെ വില്ലൻ പറഞ്ഞോ? 1 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ തീയോ പ്രശ്നം? ഏടാ, കടന്നൽ കൂട് തലയിൽ വെച്ചിരിക്കുന്നവനെ, നീ 1 ലക്ഷമെങ്കിൽ 1 ലക്ഷം നോക്കട്ടെ. ATM കാർഡാണ്, പോയി പൈസ എടുത്തോണം. വീണ്ടും നമ്മളെ തെറ്റിച്ചു. എന്താണ് ATM എന്നും പറഞ്ഞും കൊണ്ട് വിസിറ്റിംഗ് കാർഡ് തന്ന് പറ്റിക്കുന്നു ഈ തെണ്ടി. എന്തിനാ ഇപ്പൊ എന്നെ തല്ലിയത്? ഇതാണ് എന്റെ പഞ്ച്. അയ്യോ, ക്യാപ്റ്റൻ ജാക്സ്മാനൊക്കെ ഒരു നല്ല കൈയടി. സുധീഷേ, സജി, സൂര്യശ്രീ കൊള്ളായിരുന്നു. കുഴപ്പമില്ലാത്തൊരു സംഭവമായിരുന്നു. പിന്നെ സജി കുറച്ചുകൂടെ മുമ്പേ വരേണ്ടതായിരുന്നു. സജി ഇച്ചിരി ലേറ്റായി പോയി. സുധീഷ് കുറച്ചു നേരം നിങ്ങളുടെ സൂര്യശ്രീയായിട്ട് കുറേ ഡയലോഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നെങ്കിലും നല്ല കൗണ്ടറുകളായിരുന്നു. നല്ല പഞ്ചിലുള്ള കളിയായിരുന്നു നിങ്ങൾ 3 പേരും. പിന്നെ ആ ഇടയ്ക്കത്തെ നമ്മുടെ പഞ്ചുകളില്ലേ, ആ സാധനങ്ങളൊക്കെ നന്നായിരുന്നു. അത് തന്നെ ക്ലൈമാക്സിൽ നിങ്ങൾ ഉപയോഗിച്ചു. നന്നായിരുന്നു. എൻഡ് പഞ്ച്. അപ്പം അതായത് ക്ലൈമാക്സ് കിട്ടിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പഞ്ചായിരുന്നു അത്. കാര്യം ഈ സാധനം എടുത്താൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ. എവിടെ എൻഡ് പഞ്ച് പറയുന്നു, അവിടെ ക്ലൈമാക്സ്. അത് ആ ഒരു ബുദ്ധി നല്ല ബുദ്ധിയായിരുന്നു. മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. 3 പേരും നല്ല മനോഹരമായിട്ട് ചെയ്തു കേട്ടോ. ഇത് കൗണ്ടറിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ നമുക്ക് ഗ്രിപ്പായിട്ട് എടുക്കാമായിരുന്നു. മോശമാണെന്നല്ല, കുറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഒത്തിരി പഞ്ചുള്ളൊരു സ്കിറ്റ്, അത്യാവശ്യം നല്ല പ്ലെയർ. ഒരു സ്കിറ്റിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പച്ചക്കറി കടയിലേക്ക് ഒരു വണ്ടി വന്ന് കയറിയിട്ട് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടാക്കുന്നു എന്ന് പറയുന്നതിനകത്ത് നിങ്ങളുടെ സ്ക്രിപ്റ്റിനകത്തുള്ള ബ്രില്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു. ഒരു യാത്ര അവിടെ വെച്ചിട്ട് പുള്ളിക്കാരി മിസ്സാവുന്നതും വീണ്ടും കാണുന്നതും. നീ ഈ വേഷം കെട്ടിരിക്കുന്നതിനകത്തൊരു കാര്യവും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ആൾമാറാട്ടം.
ഏത് വഴിക്ക് ആരെയൊക്കെ മറന്നു പോയിട്ട് അറിയില്ലല്ലോ. നിനക്ക് 3 ഭാര്യമാരും ഉണ്ട്. അപ്പൊ ഇത് ആരാ ഇത് എഴുതിയതാരാ? ഇത് ഞാൻ എഴുതിയാണ്ടോ? എന്നിട്ട് പോലും നിനക്കിത് മനസ്സിലായില്ലായിരുന്നു. ഇതാണോ നീ പോലും മനസ്സിലാക്കാത്ത ബ്രില്യൻസ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നു. അല്ല, അങ്ങനെ ഒരു സാധനം ഒളിഞ്ഞു കിടക്കണ്ട. ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ കൊറോണ ഫിഗറിൽ നീ വന്നിട്ടും ഞങ്ങൾക്കത് മനസ്സിലായി. ആ സ്കൂട്ടറിന്റെ കഥ വെച്ച് നിങ്ങൾ എടുത്തില്ലേ, ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ മുട്ടിച്ചൊരു സാധനമുണ്ട്. സ്കൂട്ടർ പോയി വൈഫിന്റെ കാര്യം, ഇയാള് ഈ പെണ്ണ് വന്ന് തലേ കയറിയതാന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല മനോഹരമായിട്ട് നിങ്ങളത് മാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ പ്ലേയും കൂടെ വന്നപ്പോൾ എനിക്കിതിനകത്ത് സജിയുടെ വരവുണ്ടല്ലോ, എൻട്രി പഞ്ച്, ഞാൻ ഇന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. കാരണം സജിയുടെ പല പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, ഈ ഒരു തമിഴെന്ന് പറയുകയും ചെയ്തിട്ട് പുള്ളി ഇതെടുത്തിട്ട് ഈ വാളെടുത്തപ്പം നിക്കർ ഉരുങ്ങിയില്ലേ, അത് ചെയ്യാൻ പാടില്ല. അത് എറിഞ്ഞിട്ട് കാശ് കൊടുത്തത് നല്ല കുറേ കൗണ്ടറുകൾ, നല്ല പ്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ് ഇത്രയും ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ഇതായിരുന്നു. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല സ്കിറ്റായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ബിജുക്കുട്ട ചേട്ടാ. സുധീഷേ, സജി, സൂര്യശ്രീ നന്നായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടില്ല. കാരണം ഈ പറഞ്ഞുകൊണ്ട് സുധീഷ് പറഞ്ഞുകൊണ്ട് ഈ ട്രെൻഡിൽ നടന്നാലാണ് ഇപ്പോൾ എനിക്കിത് വന്നത് ട്രെൻഡ് ആവുള്ളൂ. കാരണം ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ തിയേറ്ററിലൊക്കെ ഇപ്പോൾ ഇതിനേലും വൃത്തികെട്ട രീതിയിലാണ് വന്നത്. കാരണം പിറ്റേ ദിവസം അവർ വൈറലാണ്. പിന്നെ അവർ ഉദ്ഘാടനത്തിന് പോകുക, അതിന് ഇന്റർവ്യൂ, അത് പറയുകയും ചെയ്തു എനിക്ക് നാളെ 3 ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സിനിമാ സ്റ്റാറുകൾക്കും സീരിയലിലെ ആളുകൾക്കും ഒന്നും അല്ല ഇപ്പം ഇങ്ങനെ നടക്കുന്നവർക്കാണ് ഫാൻസ് കൂടുതൽ. ഇപ്പം നമ്മൾ എല്ലാ തിയേറ്ററിലും ഇങ്ങനെയാണല്ലോ. അത് സുധീഷിൻ്റെ ഭാഗത്തു നിന്നും നല്ല തമാശകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സജിയുടെ എൻട്രി കുറച്ചും കൂടി നേരത്തെ ആവുകയാണെങ്കിൽ, സജി വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി 100 എന്നിലെത്തിയത്. അതാണ് ഇക്ക പറഞ്ഞത്, കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഹൈപ്പ് കൂടിയാണ്. പിന്നെ ഈ സൂര്യശ്രീ ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ശ്വാസം വിടാതെ കളിച്ചിട്ടാ. അതൊരു നല്ലൊരു പോസിറ്റീവ് മൈൻഡാണ്. കാരണം അതെന്താണെന്നറിയോ, കാമുകന്റെയും ഭർത്താവിന്റെ ഇടയ്ക്കാകുമ്പോ അത്ര സീരിയസ് ആയിട്ട് നിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് കറക്റ്റാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കണം. കാരണം ശരിയാണ്, അത് കറക്റ്റാണത്. രണ്ടുപേരും നടക്കുന്ന അപ്പുറം ഇപ്പുറം വിട്ടുപോകരുതല്ല, അത് കറക്റ്റ് വിട്ടുപോകാതെ കളിച്ചിട്ടാ. തമാശകൾ ഒരുപാടുണ്ടായിരുന്നു. എല്ലാം നന്നായിരുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടിപൊളിയാക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ക്യാഷ് ഞാനൊരു 12,000 രൂപ കൊടുക്കാം. 12,000 രൂപ. പകർച്ചേട്ടാ ഞാനൊരു 14 വരെ കൊടുക്കും. ഓ 26,000 രൂപ. അത് കലക്കി. അപ്പൊ പിന്നെ ഇനി ഇതിന്റെ മേളിൽ കൊടുത്തിട്ടല്ലേ പ്രയോജനമുള്ളൂ. ദാ കിടക്കുന്നു 3 പേർ കൂടെ ഉള്ളത്. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അപ്പം ജാക്സ് വേണ്ടി നമ്മൾ അടുത്ത സ്കിറ്റിൽ കാണുന്നു. അത് നമ്മൾ ഒന്നുകൂടെ പഠിക്കണം. ശരി എന്നാ ഇന്ത്യയിലേക്ക് ഹലോ, അതെ ജാസ്മിൻ ആണ്. പറയൂ. ഞാനിപ്പോ ദുബായിന്ന് വന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. വീട്ടിലോട്ട് കേറുവാ. അതെ, കണ്ടില്ലേ എന്റെ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ പടം 100 കോടി ക്ലബിൽ കയറി. അതുകൊണ്ട് എന്താ പ്രൊഡ്യൂസറിന് വീട്ടിൽ കയറാൻ പറ്റി. ഇല്ലെങ്കിൽ പെണ്ണുമുള്ള സമ്മതിക്കില്ലല്ലോ. സോ ഫണ്ണി. എന്താണ് ഇനോഗ്രേഷൻസോ? ഇനോഗ്രേഷൻസ് ഒക്കെ എനിക്ക് ഒത്തിരി വരുന്നുണ്ട്. ബട്ട് എനിക്ക് ടൈമില്ല. മൊത്തത്തിൽ ക്ലാഷ് ആയി കിടക്കുക. പിന്നെ ഒരു 15 lakhs ഒക്കെ കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ ശരി. ഓക്കെ വത്സല. അയ്യോ എന്റെ മുറച്ചെറുക്കം വേണു. തീർന്നു. അയ്യോ അതെ, എന്റെ മുറച്ചെറുക്കം വേണുവാ. അവനാണെ കൾച്ചർ എന്ന് പറഞ്ഞ അവന്റെ അയലത്തൂടെ പോയിട്ടില്ല. ഇപ്പൊ അവൻ വന്ന് എന്നെ നാട്ടിക്കുന്നുറക്കം എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ താ കയറി വരുന്നു. തീർന്നു. നീ എന്റെ പഴയ വാത്തങ്ങാടി മത്സരം തന്നെ അടി പെണ്ണ. നീ പണ്ട് ഉണങ്ങിയ വാളപ്പൊളി പോലെ ഇരുന്ന പെണ്ണായിരുന്നു. ഇപ്പൊ തൊലിച്ച പൂവമ്പഴം പോലെ ഇരിക്കുന്നു. എടി കണ്ണില്ല എന്തൊരു വെച്ചിരിക്കണേ. എനിക്ക് കൂടെ താടി ഇത്തിരി. എടി എന്തിനെ കൊണ്ട് വിശേഷപ്പെട്ട നീ ആകങ്ങ് മാറിപ്പോയല്ല. എടി നിന്റെ കാലിലെ വടച്ചോറൊക്കെ ഇപ്പോഴും ഉണ്ട് അടി പെണ്ണേ. നാട്ടിക്കരുത് പ്ലീസ്. ഞാൻ എന്തിനു നാട്ടിച്ച്? ആദ്യം താനീ വത്സലെ എന്നുള്ള വിളി അങ്ങ് നിർത്ത്. ഞാൻ എന്തിനു വിളിക്കണോ? കോൾ മീ ജാസ്മിൻ. പോത്തങ്ങോട്ട് വത്സല എപ്പോഴടി ജാസ്മിൻ UK ആയത്. എന്നെ മനസ്സിലായാ? അയ്യോ ഞാൻ പറഞ്ഞു കൊടുത്തു. വേണ്ടടി, ഞാൻ പറഞ്ഞു കൊടുക്കാം. വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു കൊടുക്കാന്ന്.
എന്റെ പേര് വ്യാണു. എവളെന്നെ വ്യാണു അണ്ണാന്ന് വിളിക്കും. ഞാനാണ് ഇവളെ മറച്ചിരുക. ഇവളെ കെട്ടാൻ പോണ പയ്യേ. അയ്യോ ഞാനും തന്നെ കെട്ടൂല. കൊച്ചിലെ പറഞ്ഞിട്ടുണ്ടല്ലോ. കൊച്ചിന് ഞാൻ അങ്ങനെ പല പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടാവും. സത്യറി കട്ടിയോട് ചത്ത മൂത്തമ്മയെ കൊണ്ട് സത്യറി. ആരെ? കട്ടിയോട് ചത്ത മൂത്തമ്മ. ചത്തവരാണെങ്കിലും സത്യം എനിക്ക് തന്നെ വേണ്ടപ്പോ. എന്നെ നിനക്ക് വേണ്ടേ? വേണ്ട. കണ്ട പിണങ്ങി നിക്കണണ്ട. പണ്ട് ഇവളിങ്ങനെയായിരുന്നു, പിണങ്ങി നിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഒരു സൂത്രം കാണിച്ച ഇവളിപ്പോ എനിക്ക് താണോ എനിക്ക് താണോന്ന് പറഞ്ഞൊരു കാണിച്ചു തരാമേ. മോളെ വത്സലേ, നിനക്ക് ഇഷ്ടപ്പെട്ട വെട്ടി കേക്ക്. അയ്യേ വെട്ടേക്കോ, എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല വേണു. ഞാനിപ്പോ ഇതൊന്നും കഴിക്കാറുമില്ല. പിന്നെ നിനക്ക് എന്തിനാണ് ഇഷ്ടം? ഐ ലൈക്ക് ക്രീമി ചീസി പാസ്ത. റിമി ടോമി എങ്ങോട്ട് പോയിന്ന്? റിമി ടോമി എങ്ങോട്ടും പോയെന്നല്ല, ക്രീമി ചീസി പാസ്ത. അത് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ള സാധനം, അതാ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ തിന്നാൻ പറ്റൂ? പണ്ട് എവിടെന്നെങ്കിലും ഒരു കൂടച്ചക്ക വീണ് കിട്ടിയ അവരെ വീട്ടിൽ ഓണമായിരുന്നു. ചകണി വരെ ഉൾപ്പെടെ കഴിക്കുന്ന ടീമായിരുന്നു. ഇപ്പൊ ചീക്കി പിക്കി കാച്ച ഇറങ്ങോളല്ലേ? നാട്ടിക്കല്ലേ വേണു? ഞാൻ എന്തിനു നാട്ടിച്ചു? എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? അല്ല താൻ എന്തിനിപ്പൊ ഇങ്ങോട്ട് വന്നേ? തനി പൊക്കൂടെ? എനിക്ക് നിന്നെ കാണണമായിരുന്നു. പിന്നെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യണമായിരുന്നു. നമ്മുടെ രണ്ടുപേരും കല്യാണോ? അത് നടക്കില്ല നടക്കില്ല നടക്കില്ല. നടക്കും. ഇല്ല ഇല്ല ഇല്ല. ഇല്ലു. അയ്യോ എന്തൊക്കെയാണ് ഈ പറയുന്നേ? പറയൂ. വേണു തന്റെ വെട്ടിയൊക്കെ എടുത്തോണ്ട് താൻ പോയേ? ഞാൻ പോവൂലടി. എന്റെ വേണു താൻ പോ. താൻ എന്റെ സ്റ്റാറ്റസിനൊന്നും ചേർന്ന ഒരാളല്ല. നീ വേണുണ്ടെ അടുത്താണോണ്ട് ഇങ്ങനെയൊക്കെ പറയണ? വേണു അണ്ണനൊക്കെ പണ്ട് താൻ പോയേ. കേട്ടാ, അവക്കെന്നെ വേണ്ടെന്ന്. അവളെ സ്റ്റാറ്റസിന് ഞാൻ ചേരൂലെന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അവളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഞാനാണ്. എക്സ്ക്യൂസ് മീ, എന്റെ സ്വപ്നം കാണാനൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ തന്നെ ഉറങ്ങുമ്പോ കണ്ടതാ. എവളൊരു നടിയുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഞാനായിരുന്നു. അവക്ക് സിനിമയിൽ അഭിനയിക്കാൻ മദ്രാസിൽ പോകുന്നതിന് വേണ്ടി വണ്ടിക്കാശില്ല എന്ന് പറഞ്ഞ അവൾ എൻ്റെ അടുത്ത് വന്നപ്പോ ഉറങ്ങി കിടക്കുന്ന എൻ്റെ അച്ഛൻ്റെ കഥയിൽ കടുക്കൻ മാങ്ങ പറിക്കുന്ന പോലെ പറിച്ചെടുത്ത് ആ പൈസ അവളെ കണ്ടു കൊടുത്തു. അല്ല, ഈ സിറ്റുവേഷന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ പൈസ എന്റെ ഒരു ഉളുപ്പില്ലാതെ എവള് വാങ്ങിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്നെ അറിഞ്ഞൂടെ? എന്റെ വെട്ടേക്കിനെ വേണ്ടല്ലടി. ഞാൻ പോവൂല മോളെ. എന്നെ പോണ പ്രശ്നമില്ല. എന്താ എന്നെ പിഴിഞ്ഞ് എന്റെ പൈസ മുഴുവൻ ഊട്ടിയെടുത്തിട്ട് നിനക്കിപ്പോ എന്നെ വേണ്ടല്ലടി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇവക്ക് പണ്ട് ഉടുക്കാൻ ഒരു പാവാട പോലും ഉടുക്കാൻ ഒരു പാവാട പോലും ഇല്ലായിരുന്നു. വാങ്ങിച്ചു കൊടുത്തത് ആര്? ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത്. നിന്റെ അച്ഛൻ പറഞ്ഞടി എന്റെ മാമ വന്നിട്ട് ഇവിടുന്ന് പോണ പ്രശ്നമുള്ളൂ. അവിടെ എങ്ങാനും പോയിരിപ്പോ. നമസ്കാരമുണ്ട് മാഡം. നമസ്കാരം. ഒരുപാട് അധികം നന്ദിയുണ്ട് മാഡം, എനിക്ക് കഥ പറയാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതില്. മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. മാഡത്തിന്റെ ഫസ്റ്റ് മൂവിയിൽ ഞാൻ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ. 10-24 ദിവസം നമ്മൾ ഒരുമിച്ച് ലൊക്കേഷനിലുണ്ടായിരുന്നു. 26 വർഷം ഒരുമിച്ച് കളിച്ചോർന്ന് എന്നെ ഓർമ്മയില്ല. 24 ദിവസം നമുക്ക് പിടിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ കുറെ പേര് കാണുന്നുകൊണ്ട് സോറിയാ മാം. എനിക്ക് മനസ്സിലാവും മാം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ന്യൂ പ്രൊജക്ടിന്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കഥ പറയാൻ പോവല്ലേ? അങ്ങോട്ട് നീങ്ങിക്ക്, അവൻ കേക്കണ്ട. ഓക്കെ മാം. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മുടെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാ? ബഡ്ജറ്റ് ഒരു 4 കോടിയാണ് മാം. അയ്യോ, അപ്പൊ എനിക്ക് മാത്രം തന്നാ മതിയോ? മാഡം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും മാം. ഓക്കെ, നമുക്കൊരു 5 കോടിയിൽ ഉറപ്പിക്കാം. ഓക്കെ മാം, താങ്ക് യു. നമ്മുടെ സിനിമയുടെ പേരെന്താ? ടൈറ്റിൽ ഒരു ഒന്നാം തരം ടൈറ്റിലാണ്. വന്ന വഴി മറക്കരുത്. നമുക്ക് പറ്റിയ സിനിമ. കൺഗ്രാറ്റുലേഷൻസ്. കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. താങ്ക് യു. കറക്റ്റ് സിനിമയുടെ പേര് കേട്ടാ. മലയാള സിനിമ ലോകത്ത് ഈ സിനിമ അഭിനയിക്കാൻ വേറൊരു നടി സ്വപ്നത്തിൽ പോലും ഇല്ല. മാഡം ഇതാരാണ് മാഡം? ഞാൻ അവളെ മറച്ചിറക്കി അവളെ കെട്ടാൻ പോണ പയ്യേ. ആണോ മാഡം? കൺഗ്രാറ്റുലേഷൻസ്. എന്നാ മാഡം കല്യാണം? അയ്യോ, കല്യാണം ഫെബ്രുവരി 30 അടിപൊളി. അതെ, നമ്മൾ ഈ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടുകാരെ ഉറപ്പിച്ച് വെക്കുമല്ലോ. അങ്ങനെ എന്റെ കിണറ്റി വീണ് ചത്ത മൂത്തമ്മ ഉറപ്പിച്ച് വെച്ച ബന്ധവാ. അവൻ ഇപ്പോഴും ആ ബന്ധത്തിൽ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നു. ഒരു പട്ട് കേസാ. ഞാനും എന്റെ മനുഷ്യത്തിൽ പറഞ്ഞു വിട്ടിട്ടില്ല. ഞാനിത് പുറത്തൊന്നും പോയി പറയില്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം. കഥ പറയൂ. ഇത് നായികാ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഓക്കെ പറഞ്ഞതല്ലേ. അത് മാത്രല്ല മാം, ഇത് അവാർഡുകളൊക്കെ കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം മാം ഈ സിനിമയിൽ ചെയ്യുന്നത് ഡബിൾ റോളുകളാണ്. അതെന്തായാലും നന്നായി. ഒരെണ്ണം മോശമായാലും ഒരെണ്ണം നന്നാക്കാലോ. അയ്യോ, അതല്ല. കഥ പറയാം. മാഡം ഒന്ന് നായികയായിട്ടും ഒന്ന് നായികയുടെ അമ്മുമ്മയായിട്ടുമാണ് മാം ചെയ്യുന്നത്. അമ്മുമ്മ എന്നൊക്കെ പറയുമ്പോ അപ്പന്റെ ഭാര്യയായിട്ട് വരും. മാഡം ടെൻഷൻ ആവണ്ട മാഡം. മാഡത്തിന്റെ ഈ മേക്ക് ഓവറിനും
മുഖത്തെ ഈ ചുളിവുകളൊക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് റെബേക്ക വില്യത്തിനെ നമ്മൾ കാനഡയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് 30 ലക്ഷം രൂപയാണ് മാം. വെറുതെ ചുമ്മാ പൈസ കളയണത്. ഒരു 5 രൂപ ബാർ സോപ്പ് 2 ബക്കറ്റ് വെള്ളം അവളെ തലയിൽ കൂടെ വെച്ചിട്ട് സാൻഡ് പേപ്പറിൽ ഒരു പിടി പിടിച്ചാൽ മതി. മാറിയിരിക്കും. നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്തിലാണ്. ഒറ്റ വീക്കാന്നുണ്ടല്ലോ. മാറിക്കണം അങ്ങോട്ട്. ഞാൻ കഥ പറയട്ടെ മേഡം, കഥ പറയട്ടെ മേഡം. പറയൂ. ആ ഗ്രാമപ്രദേശത്തിൽ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലാണ് നമ്മുടെ കഥാനായിക ജനിച്ചത്. ദാരിദ്ര്യം? വാട്ട് ഈസ് ദാരിദ്ര്യം? ഈ ദാരിദ്ര്യത്തിന്റെ മീനിങ് എന്താ? ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടേ ഇല്ല. എന്തിനു പണ്ടേ പറയണ? എങ്ങനെ പോയാ മിക്കവാറും അവൾ വീട്ടിൽ ഓസ്കാർ ഇരിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. എടി നിന്റെ പഴയ അവസ്ഥ അത് എന്നെ ദാരിദ്ര്യം. മിണ്ടാതിരിക്കും, ഞാൻ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. മേഡം പറയട്ടെ മേഡം. ആ ഗ്രാമപ്രദേശത്തിൽ ഏറ്റവും നന്നായി പശുവിനെ കറക്കുന്ന കറവക്കാരിയാണ് നമ്മുടെ കഥാനായിക. മേഡം, നമ്മുടെ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് വെളുപ്പിനെ 4 മണി. നായിക കുളിച്ചൊരുങ്ങി ആവി പറക്കുന്ന കട്ടൻ ചായയുമായി പുറത്തേക്ക് വരുന്ന നായിക. കട്ടൻ ചായ? ബ്ലാക്ക് ടീ മാം. ബ്ലാക്ക് ടീ. എനിക്ക് ബ്ലാക്ക് ടീ മാറ്റിട്ട് ക്യാപ്പിച്ചിനോ വേണം. ആരാന്റെ പറമ്പിലൊക്കെ അപ്പം വന്ന് തിന്ന വെണ്ണായിരുന്നു. ഇപ്പോൾ ക്യാപ്പിച്ചിനെ കൂച്ചോളൂ. മേഡം, ഇതൊരു നാടൻ പ്രദേശമാണ് മേഡം. ഓക്കേ, ബ്ലാക്ക് ടീ മതി. ഓക്കേ. ആ കട്ടൻ ചായയൊക്കെ കുടിച്ച് തന്റെ സ്നേഹനിധിയായ സിൻഡിക്കേറ്റ് പശുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന നായിക. അയ്യേ, ഇതെന്തിനു പറഞ്ഞു കൊടുക്കണേ? സിൻഡിക്കേറ്റ് പശു അല്ലല്ല, സിൻഡിക്കേറ്റ് ബാങ്ക് അല്ലേ? മിണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേന പിടിക്കാൻ മാത്രമല്ല കൂട്ടുകാർ വെച്ച് അങ്ങ് കേറ്റി തരാനും എനിക്കറിയാം. മേഡം, മേഡം എന്താണ് മേഡം ഇങ്ങനെ ആലോചിക്കുന്നത്? ഈ കഥാപാത്രത്തെ ഞാൻ ആവിഷ്കരിച്ചൊന്നുമില്ല. അല്ല, നമ്മുടെ തൊഴുത്ത് AC ആണോ? തൊഴുത്ത് AC അല്ല മാം. കഥ പറയൂ. ആ പാവപ്പെട്ട കുടുംബം ജീവിച്ചിരുന്നത് നമ്മുടെ ആ സിൻഡിക്കേറ്റ് പശുവിന്റെ കറന്ന പാൽ വിറ്റിട്ടായിരുന്നു. അങ്ങനെ നായികയുടെ ജീവിതം മുൻപോട്ട് പോകുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു സംഭവം ഉണ്ടാകുന്നു. നമ്മുടെ സിൻഡിക്കേറ്റ് പശുവിന്റെ കറവ വറ്റുന്നു. നീ എന്നാ പിടിയിലാണ് പിടിഞ്ഞത്? സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച സിൻഡിക്കേറ്റ് പശു, സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ സ്നേഹിച്ച സിൻഡിക്കേറ്റ് പശുവിന്റെ കറവ പറ്റിയതറിഞ്ഞ നായികയ്ക്ക് സഹിക്കാനായില്ല. അവൾ വിങ്ങി പൊട്ടിക്കരയുന്നു. ആ വേദന അവൾക്ക് സഹിക്കാൻ കഴിയാതെ ആ സ്പോട്ടിൽ തന്നെ ഒരു ഇറച്ചുകെട്ടുകാരനെ വിളിച്ച് പശുവിനെ അങ്ങ് വിറ്റു. ചെയ്യും, എവളെതും ചെയ്യണ്ട, അപ്പുറം ചെയ്യും. എവള് പിടിഞ്ഞ് പിന്നെ ഊറ്റ ഒന്നുമില്ലെങ്കിൽ പിന്നെ അവള് വച്ചോണ്ടിരിക്കൂല, കൊണ്ട് കളയും. ഫോർ എക്സാമ്പിൾ വേണു. ഇതെന്താ? അല്ല, ഈ സിറ്റുവേഷന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാ. അവന്റെ ഓടക്കൂടല്. മേഡം, ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇയാൾ ഇനി ഇവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് കഥ പറയാൻ ബുദ്ധിമുട്ടാണ്. അത് കഥ തീർന്നു. വേണു ചേട്ടാ, ഞാൻ ആദ്യം പറഞ്ഞ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ഇതെന്റെ അന്നവാ. ഇത് നോക്കിയാ 4-5 കോടി രൂപയുടെ ഒരു സിനിമയാ. ശനി ചെയ്ത് പോയി അങ്ങോട്ട്. അയ്യടി മനമേ, തീപ്പൊട്ടി കോലെ ഒരക്കുമ്പോ കത്തുമ്പോ അണയും. ഞാൻ പറഞ്ഞ പ്രശ്നമില്ല മോളെ, നിനക്കിപ്പോ എന്നെ വേണ്ടല്ലേ? എവളെ പ്രേമിച്ചിരുന്ന കാലത്ത് അവക്ക് ഉടുപ്പ് വേണം, അവക്ക് സിനിമയെ അഭിനയിക്കണം, അവക്ക് ഓഡിഷന് വേണം. എല്ലാത്തിനും ഞാനാണ് പൈസ മുടക്കിയത്. കുറെ പൈസ പാഴായിട്ടുണ്ട്. അതൊക്കെ ഈ കൂട്ടി ഒരു 2 ലക്ഷം രൂപയെങ്കിലും നീ എനിക്ക് തരാതെ ഇവിടുന്ന് പോണ പ്രശ്നമില്ല മോളെ. നീ കണക്ക് പറയാണോടാ? ഇതാണോ നീ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു? ഇങ്ങോട്ട് നോക്കി, ഞാൻ എങ്ങാനും ഇവനെ കെട്ടിയോളെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചേ. മേഡം, കൊടുക്കാനുള്ള പൈസ കൊടുത്ത് തീർത്തേരെ മേഡം. ഇവനൊക്കെ ഈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ വല്ല ലൈവ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നാണക്കേട്. എടാ ഇങ്ങോട്ട് നോക്കടാ. നീ 2 ലക്ഷം രൂപയ്ക്ക് കണക്ക് പറയുന്നത് എനിക്ക് വേണ്ടി പാടായല്ലേ? എടാ ഇങ്ങോട്ട് നോക്കടാ. 4 കോടി രൂപ എനിക്ക് വേണ്ടി പാഴാക്കാനായിട്ട് ഇവിടെ ഒരു കനകം നിൽക്കുന്നുണ്ടോ? അപ്പോഴാണ് നിന്റെ 2 ലക്ഷം രൂപ. അയ്യോ, അതല്ലേ സാർ. എനിക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ മേഡം എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ നമ്മുടെ സിനിമ ഓക്കെ അല്ലേ? ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ മക്കളെ. ഇന്നത്തെ സ്കിറ്റ് സ്പെഷ്യലി എല്ലാം കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ പോണം. നമുക്ക് പിന്നെ ചിരിച്ച് ക്ഷീണിച്ചു അല്ലേ? അതെ. പിന്നെ നമുക്ക് അങ്ങോട്ട് ഇനി കൂടുതൽ ചിരിക്കാൻ നല്ല നല്ല സ്കിറ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ.